അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിക്കായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇതിലായിരിക്കുന്ന എല്ലാ ബഹുമാന്യരായ വാത്സല്യ പിതാക്കന്മാർ, മാതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, ഇന്ന് കഴിഞ്ഞ പകലിലെയും ഈ രാത്രിയിലത്തെയും ദൈവജന ശുശ്രൂഷയ്ക്കായി ദൈവസഭയുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ മധ്യയായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബിബിൻ ജോർജ് അവർക്കായി സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുലമേറിയ നാമത്തിൽ ഇവൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും ഇന്ന് ഈ രാത്രിയിൽ അറിയിക്കുന്നു. തുടർന്ന് കഴിഞ്ഞ പകൽക്കാലങ്ങളിലും കഴിഞ്ഞ രാത്രികാലങ്ങളിലും പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യേ വൻ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ പകൽ കർത്താവിൻ്റെ ദാസനെ നമ്മുടെ മധ്യ അധികം ശക്തിയോടെ ദൈവം ഉപയോഗിച്ച എല്ലാ കർത്താവിൻ്റെ കൃപകൾക്കായും കർത്താവിൻ്റെ എല്ലാ കരുതലുകൾക്കായും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ രാത്രിയിലും ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, ഈ രാത്രിയിലത്തെ വചന ശുശ്രൂഷ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ദൈവപ്രവൃത്തി കാരണമാകണമേ, ഞങ്ങളുടെ കുടുംബങ്ങൾക്കൊരു വിടുതലാകണമേ, ഞങ്ങളുടെ തലമുറകൾക്കൊരു വിടുതലാകണമേ എന്നുള്ള ഹൃദ്യമായ പ്രാർത്ഥനയോടെ ഈ രാത്രി നാം ദൈവസന്നിധിയിലായിരിക്കുമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മോട് ശക്തവും വ്യക്തവുമായി വ്യക്തിപരവുമായ ആത്മാവ് നമ്മോട് ഇടപെടും. അങ്ങനെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ തുടർന്നുള്ള സമയം നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബിബിൻ ജോർജ് അവർ മുൻപോട്ട് കടന്നു വന്ന് തുടർന്ന് ദൈവജനത്തിൽ നമ്മൾ സംസാരിക്കും. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാമല്ലോ. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. അനുഗ്രഹീതമായ നല്ല രാത്രിക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം ഒരുക്കി തന്ന നല്ല അവസരത്തിനായി സ്തോത്രം. ഈ രാത്രിയിലെ കൂട്ടായ്മ വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൽ ആത്മീയ വാതായനങ്ങൾ തുറക്കട്ടെ. ഈ യോഗം ലീഡ് ചെയ്യുന്ന ബഹുമാന്യ കർത്തൃദാസൻ, എൻ്റെ ആത്മീയ സഹോദരൻ, ഈ രാത്രിയിൽ വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധി വന്നിരിക്കുന്ന വാത്സല്യ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും ക്രിസ്തുവിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം അതിൻ്റെ 22 വാക്യം. ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം അതിൻ്റെ 22 വേദം. യോസേഫ് ഫലപ്രദമായൊരു വൃക്ഷം, നീരുറവിനരികെ ഫലപ്രദമായൊരു വൃക്ഷം തന്നെ, അതിന്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു. മതി. ഇനി 50 അധ്യായത്തിന്റെ 22 വാക്യം തുടങ്ങി. യോസഫും അവന്റെ പിതൃഭവനവും മിസ്രൈമിൽ പാർത്തു. യോസഫ് 110 സംവത്സരം ജീവിച്ചിരുന്നു. അടുത്ത് എഫ്രൈമിന്റെ 3-ാം തലമുറയിലെ മക്കളെയും കണ്ടു. മനേഷ്യയുടെ മകനായ മാഖീരിന്റെ മക്കളും യോസേഫിന്റെ മടിയിൽ വളർന്നു. അനന്തരം യോസഫ് തന്റെ സഹോദരന്മാരോട്, ഞാൻ മരിക്കുന്നു, എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കുകയും. യോസേഫിന്റെ ഒരു വലിയ പ്രത്യേകത, തൻ്റെ 17-ാമത്തെ വയസ്സിലാണ് ദൈവികമായ ദർശനങ്ങളിലേക്ക് പ്രവേശിക്കുന്നത്. ആത്മീയ കാഴ്ചപ്പാടിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുന്നത് 17-ാമത്തെ വയസ്സിലാണ്. യോസേഫിൻ്റെ ആയുഷ്കാലം 50-ാം അധ്യായം 22 വാക്യം കൂടെ വായിച്ചാട്ടെ. യോസെഫും അവന്റെ പിതൃഭവനവും മിസ്രൈമിൽ പാർത്തു. യോസെഫ് 110 സംവത്സരം ജീവിച്ചിരുന്നു. 110 സംവത്സരം വരെ യോസേഫ് ജീവിച്ചു. 17-ാമത്തെ വയസ്സിൽ തനിക്ക് ലഭിച്ച സ്വപ്നങ്ങളിലേക്ക് പ്രവേശിച്ച മനുഷ്യൻ 110-ാമത്തെ വയസ്സിൽ മരിക്കുമ്പോൾ, മരിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ തൻ്റെ സഹോദരങ്ങളോട് പറയുന്നൊരു വാക്കുണ്ട്, നിങ്ങൾക്കൊരു പുറപ്പാടുണ്ട്. രാമൻ പറഞ്ഞാട്ടെ. നമ്മുടെയൊക്കെ ആത്മീയ തീഷ്ണത ഒരു 10 കൊല്ലം 15 കൊല്ലമാണ്, കൂടിപ്പോയ 20 കൊല്ലം. സ്തോത്രം. ഇപ്പോൾ വന്ന് ആത്മീയത്തിനകത്തും ഈ ക്ഷീണിതരാകുമ്പോൾ റിട്ടയർമെൻ്റ് ഉണ്ട്. പക്ഷേ പലരും കൃപാവര ശുശ്രൂഷയിലും റിട്ടയർമെൻ്റായി തുടങ്ങിയിരിക്കുക. ഇന്ന് രാത്രി അത് മാറണം. മാറിയിട്ട് മരണം വരെ ജ്വലിക്കുന്ന ഒരാത്മീയ തീയിലേക്ക് പ്രവേശിക്കാൻ ഇന്ന് രാത്രി സഭ ഒരുങ്ങണം. ഒരാമയം പറഞ്ഞാട്ടെ. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ പകലിൽ യോസേഫിലൂടെ ഉണ്ടായ ഒരാത്മീയ വിടുതൽ നമ്മൾ കണ്ടു. യാക്കോബ് എന്ന് പറയുന്ന തൻ്റെ അപ്പനെ 20 കൊല്ലമാണ് ലാബാൻ ഒതുക്കി വെച്ചത്. ദൈവിക ദർശനങ്ങളോടെ, ആത്മീയ സമർപ്പണത്തോടെ. ആമേൻ. ലാബാൻ്റെ വീട്ടിൽ ചെന്ന് കയറിയ യാക്കോബ് അവിടുന്ന് പുറത്തിറങ്ങുന്നത് 20 കൊല്ലം കഴിഞ്ഞാണ്. ഞാൻ ദൈവനാമത്തിൽ തുറന്നു പറയാം,
ആത്മീയരെ തളയ്ക്കുന്ന, ഒടുക്കുന്ന ഒരു പൈശാചിക ശൃംഖലയുണ്ട്. ഇന്ന് രാത്രി ആത്മസമർപ്പണത്തോടെ പ്രാർത്ഥനയോടെ ഇതിനകത്തായിരിക്കണം. ആത്മീയരെ ഒതുക്കുന്ന, ആത്മീയരെ വളരാൻ അനുവദിക്കാതെ ആത്മീയരെ കെട്ടിക്കളയുന്ന, ആത്മീയരുടെ വളർച്ചയെ മുരടിപ്പിക്കുന്ന ചില ലാബാന്റെ ശക്തികളെ ഇന്ന് രാത്രിയിൽ കണ്ടുണർന്ന് അതിനെ ആത്മാവിൽ ജയിക്കുന്ന ഒരു ദൈവകൃപയുടെ വ്യാപാരം ഇതിനകത്ത് അനുഭവിക്കുന്ന ദൈവമക്കൾ അത് എത്ര പേര് തിരിച്ചറിയുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. പ്രാർത്ഥിക്കുന്നവനെ ഉണർത്തുന്ന ഒരു ആത്മമണ്ഡലം, പ്രാർത്ഥിക്കുന്നവനെ അകത്തളങ്ങളിൽ ജ്വലിപ്പിക്കുന്ന ഒരു ആത്മമണ്ഡലം അത് അനുഭവിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാരാധിക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒരു പരിധിക്കപ്പുറം നീ കയറരുത്, ഒരു തലം വിട്ട് നീ ഉയരരുത്, ഒരു തലം വിട്ട് നീ വളരരുത്. എൻ്റെ മുമ്പിൽ നീ കയറരുത്, എൻ്റെ മുമ്പിൽ നീ വളരരുത് എന്ന് പറഞ്ഞ അഹങ്കാരത്തോടെ, ക്രൂര മനോഭാവത്തോടെ പല ആത്മീയനെയും ആണി അടിച്ച 6 അടി മണ്ണിനകത്ത് ഒതുക്കിയ അന്ധകാര പിശാചിന്റെ മുമ്പിൽ ഇന്ന് രാത്രിയിൽ അതിന്റെ തലങ്ങളെ പൊളിക്കുന്ന ഒരു അസാധാരണ ഡെലിവറൻസിന്റെ ആരാധന ഇതിനകത്ത് വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ പകലിൽ കുറേ ഭാഗങ്ങൾ ചിന്തിച്ചു പോയി. ഞാൻ അതിൻ്റെ 37-ാം അധ്യായത്തിൻ്റെ 1, 2, 5 വാക്യം കൂടെ വായിക്കണം. യാക്കോബ് തന്റെ പിതാവ് പരദേശിയായി പാർത്ത ദേശമായ കനാൻ ദേശത്ത് വസിച്ചു. യാക്കോബിന്റെ വംശപാരമ്പര്യം എന്തെന്നാൽ 20 കൊല്ലം ലാബാന്റെ ദേശത്ത് കെട്ടപ്പെട്ട് കിടന്നവനാ. പക്ഷേ ഒരു വാഗ്ദത്ത തലമുറ ജനിച്ചപ്പോൾ തൻ്റെ പാർപ്പ് മാറി. തിരുവെടുത്ത് പറയുന്നു, കനാൻ ദേശത്ത് വന്ന് പാർക്കുന്നു. ഒരാമേൻ പറഞ്ഞാട്ടെ. സമൃദ്ധമായ ദേശം, അനുഗ്രഹത്തിൻ്റെ ദേശം, 22 കൂട്ടം നന്മകളാൽ അലങ്കരിക്കപ്പെട്ട ആ കനാൻ ദേശം അബ്രഹാമിനോട് വാഗ്ദത്തം പറഞ്ഞതാ. അങ്ങനെയെങ്കിൽ ഞാൻ ആത്മാവിൽ പറയാ, ചില വാഗ്ദത്ത തലമുറകൾ വീട്ടിനകത്ത് ജനിച്ചാൽ ആ കുടുംബം മരണത്തിലേക്കല്ല, ശാപത്തിലേക്കല്ല, പടുകുഴിയിലേക്കല്ല, ചില വാഗ്ദത്ത ഉയർച്ചയിലേക്ക്, ചില വാഗ്ദത്ത നന്മകളിലേക്ക്, ചില കൂടാരത്തിൻ്റെ ആത്മീയ ദിശയെ തിരിപ്പിക്കുന്ന ചില ആത്മീയ തലമുറകളെ നിന്റെ വീട്ടിനകത്ത് എഴുന്നേൽപ്പിപ്പാൻ കഴിവുള്ള ദൈവത്തിന്റെ സന്നിധിയിൽ ഈ രാത്രി മൗനമായിരിക്കാതെ ശക്തിയോടെ അവനെ സ്തുതിക്കട്ടെ. ഒരു ആത്മീയ വ്യാഖ്യാനം തരാം. ആത്മീയ വ്യാഖ്യാനത്തിലേക്ക് പോവാം. 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യോസേപ്പിൻ്റെ വീടിൻ്റെ അകമെന്ന് പറയുന്നത് ഭയങ്കര ആത്മീയ തലത്തിലേക്കൊന്ന് കുതിച്ച് കയറുകയാണ്. സ്തോത്രം. 17-ന്റെ 1, 2 വായിക്കുന്ന ഇങ്ങനെയാണ്. കനാൻ ദേശത്ത് വസിച്ചു. യാക്കോബിൻ്റെ വംശപാരമ്പര്യം എന്തെന്നാൽ യോസേപ്പിന് 17 വയസ്സായി. 5-ാം വാക്യത്തിലേക്ക് വാ. യോസേപ്പ് ഒരു സ്വപ്നം കണ്ടു. യോസേപ്പ് ചില ദൈവകാര്യങ്ങളിലേക്ക് ഇറങ്ങാൻ തുടങ്ങുന്ന പ്രായം വ്യക്തമാക്കുക 17-ാമത്തെ വയസ്സ്. ഒരാമേൻ പറഞ്ഞാട്ടെ. ആമേൻ. പ്രാർത്ഥനയോടെ ഇരിക്കുന്നതിനകത്ത് 17-ാമത്തെ വയസ്സിൽ യോസേപ്പ് സ്വപ്നങ്ങൾ, ദൈവികമായ അനുഭവത്തിലോട്ട് പ്രവേശിക്കുക. അർത്ഥാൽ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളല്ല, തൻ്റെ ആത്മീയ മനുഷ്യനെ ശക്തിപ്പെടുത്തുന്ന, തൻ്റെ ആത്മീയ ജീവിതത്തിന് കരുത്ത് പിടിപ്പിക്കുന്ന, തന്നെക്കുറിച്ചുള്ള ചില ദൈവിക പദ്ധതികൾ ദൈവം തനിക്ക് വെളിപ്പെടുത്താൻ തുടങ്ങി. രാമൻ പറഞ്ഞാട്ടെ. വാഗ്ദത്ത വഴികൾ തുറക്കണയപ്പാ, വാഗ്ദത്ത വഴികൾ തുറക്കണയപ്പാ എന്ന് പ്രാർത്ഥിച്ചേനെ. ഇന്ന് രാത്രിയിൽ നീ പ്രാർത്ഥിക്കണം. ദൈവസഭയ്ക്കകത്ത് വരുന്ന യൗവനക്കാർ അവരെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിക്കകത്തോട്ട് ഒന്നിഴുകി ചേരേണ്ടതിന്, ഒന്ന് ചുവട് വെക്കേണ്ടതിന്, ചില ആത്മീയ ദർശനങ്ങളിലേക്ക് യൗവനക്കാർ ഇറങ്ങേണ്ടതിന്, ആത്മീയ കാഴ്ചപ്പാടിലേക്ക് ചില തലമുറകൾ ഇറങ്ങേണ്ടതിന്, ഞങ്ങളുടെ തലമുറകളുടെ മേൽ പരിശുദ്ധാത്മാവാ ദൈവം
ചില വ്യത്യസ്തമായ ആത്മീയ വഴികൾ തുറക്കണമേ എന്ന് ഇതിനകത്ത് പ്രാർത്ഥിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്. സർവശക്തനായ ദൈവം ആഴത്തിൽ ചില വെളിപ്പാടിലേക്ക് നിന്റെ തലമുറകളെ കരം പിടിക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ശക്തിയോടെ അവനെ സ്തുതിച്ച് ആരാധിക്കട്ടെ. വൈശമാന ധാരകെട്ടി വടകജാല വക്ഷബന്ധരകതലം. ഹല്ലേലൂയ. യോസേപ്പിന് ദർശനം കിട്ടിയത് പലരും പല വ്യാഖ്യാനം പറയുന്നുണ്ട്, സ്വപ്നം പല രീതി പറയുന്നുണ്ട്. പക്ഷേ ആ മനുഷ്യൻ അത് ഷെയർ ചെയ്ത് തൻ്റെ സഹോദരങ്ങളോടും അപ്പനോടും അമ്മയോടുമാണ്. ആ വീട്ടിനകത്ത് അന്തരീക്ഷം പറയാം. സ്തോത്രം. 17-ാമത്തെ വയസ്സിൽ ദൈവകാര്യങ്ങളെക്കുറിച്ച് എരിവുള്ളവനായി ദൈവകാര്യങ്ങളിൽ പ്രാർത്ഥിക്കുന്ന, എന്തായാലും പ്രാർത്ഥിക്കാത്തവന് സ്വപ്നം കിട്ടത്തില്ലല്ലോ. അപ്പോൾ ചെറുക്കൻ പ്രാർത്ഥിക്കുന്നവനാണ്, ദൈവകാര്യങ്ങളിൽ വ്യവസ്ഥയോടെ നിൽക്കുന്ന മനുഷ്യനാണ്. പല കാര്യങ്ങൾ ആ വീട്ടിനകത്തിൻ്റെ ഇരുട്ടുമുറിയിൽ നടക്കുന്നുണ്ടെങ്കിൽ തൻ്റെ ജീവിതത്തിനകത്ത് ചേട്ടന്മാരുടെ ചില പൈശാചിക സ്വഭാവങ്ങൾ കയറാൻ അനുവദിക്കാതെ വണ്ണം അപ്പുറത്തെ മുറിക്കകത്ത് ദൈവിക ബന്ധത്തിനകത്ത് ഇഴുകിച്ചേരുന്ന ഒരാത്മീയ തട്ടകത്തിലേക്ക് യോസേപ്പ് മാറിയെങ്കിൽ ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നു, നിന്റെ കുഞ്ഞുങ്ങളെ കുറിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ചിലതിൻ്റെ മേൽ ദൈവ പദ്ധതി വെളിപ്പെടാൻ പോകുകയാ. ചില തലമുറകളുടെ മേൽ ദൈവ പദ്ധതി വെളിപ്പെടാൻ പോകുക. ഇരുട്ടിനകത്ത് കൊണ്ടുപോയി നിന്റെ തലമുറകളെ പാപത്തിനകത്ത് ബന്ധിക്കുമെന്ന് വിധി എഴുതി കാത്തിരിക്കുന്ന അന്ധകാര മണ്ഡലങ്ങളോട് ഇന്ന് രാത്രി ചങ്കുറ്റത്തോടെ പറ, തൊടാൻ കഴിയത്തില്ല. എന്റെ തലമുറയെ തൊടാൻ കഴിയത്തില്ല. എന്റെ തലമുറയെ വേട്ടയാടാൻ കഴിയത്തില്ല. അസാധാരണമായ ചില വെളിപ്പാടിലേക്ക് എന്റെ തലമുറയെ പരിശുദ്ധാത്മാവ് തള്ളുന്ന രാത്രിയാ. ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കൾ കരുത്തോടെ ആരാധിക്കണം. ഇതിനകത്ത് മൗനമായി ഇരിക്കരുത്. മുമ്പല്ല് വാളായി അടപ്പല്ല് കത്തിയായി നിന്റെ തലമുറ മാറാതിരിക്കേണ്ടതിന്, നിന്റെ തലമുറ മാറാതിരിക്കേണ്ടതിന് ദർശനമുള്ള സ്വപ്നമുള്ള യോസേപ്പിനെ പോലെ സടകുടഞ്ഞ് എഴുന്നേൽക്കേണ്ടതിന്, പാപത്തിന്റെ കരത്തിൽ നിന്ന് പൈശാചിക കെട്ടിനകത്ത് നിന്ന് തലമുറയെ പൊട്ടിച്ചെടുക്കുന്ന ആത്മമണ്ഡലത്തിന്റെ വ്യാപാരം ഇതിനകത്ത് വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർ കരുത്തോടെ ആരാധിക്കുക. ഒരാമേൻ പറഞ്ഞാട്ടെ, ഒരാമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. വേദപുസ്തകത്തിൻ്റെ ആധികാരികതകളും ലോകപരമായ കാര്യങ്ങളും ചരിത്രപരമായ കാര്യങ്ങളും ആഴമേറിയ അറിവുകളും തലമുറകൾക്കുണ്ടെങ്കിലും ഇരുട്ടിൻ്റെ മറവിൽ പതിയിരുന്നു കൊണ്ട് വാഗ്ദത്ത കുഞ്ഞുങ്ങളുടെ ജീവനെയും രക്തത്തെയും ഊറ്റിക്കുടിച്ച് അവരെ മരണത്തിന് കീഴ്പ്പെടുത്തുന്ന പൈശാചിക മണ്ഡലങ്ങളെ ജയിപ്പാൻ കഴിയാതെ വണ്ണം, തിരിച്ചറിയാൻ കഴിയാതെ വണ്ണം ആ ദുഷ്ടന്റെ പിടിയിൽ അമർന്നു പോകുന്ന ഒരു കൂട്ടം തലമുറകളുണ്ട്. ഇന്ന് രാത്രിയിൽ ഈ ദൈവസഭയോട് പറയുന്നു, ഈ ക്രമീകരിച്ച പ്രാർത്ഥന ചുമ്മാ കൈയടിച്ചു പോകാനല്ല. നീ ശക്തമായിട്ട് പറ, എന്റെ തലമുറയ്ക്കെതിരെ പതിയിരിക്കുന്ന മരണമേ, എന്റെ തലമുറയ്ക്കെതിരെ മറഞ്ഞിരിക്കുന്ന ദുരാത്മാവേ, അതിനെ വെട്ടിക്കേറുന്ന ഒരു അഭിഷേകം, അതിനെ പൊട്ടിക്കുന്ന ഒരു അഭിഷേകം, അതിനെ തളയ്ക്കുന്ന ഒരു അഭിഷേകം എന്റെ കുഞ്ഞിന്റെ ജീവനെതിരെ, എന്റെ കുഞ്ഞിന്റെ പ്രാണെതിരെ പതിയിരിക്കുന്ന ദുരാത്മാവേ, ഇന്ന് രാത്രിയിൽ അഴിയണം, അഴിയണം. ആത്മമണ്ഡലം പ്രാപിച്ച ദൈവമക്കൾ അതിനെ പൊട്ടിച്ചാരാധിക്കുക. പൊട്ടണം, പൊട്ടണം. ഇത് സ്റ്റഡി ക്ലാസ് അല്ല, ഇത് ബൈബിൾ സ്റ്റഡി അല്ല, ഇത് ഉപവാസ പ്രാർത്ഥനയാ. നീ അകത്തെ മനുഷ്യൻ ബലപ്പെടുന്ന പ്രാർത്ഥനയാ. പിശാചിന്റെ മണ്ഡലങ്ങളെ ജയിക്കാൻ നിന്നെ തന്നെ ശക്തീകരിക്കുന്ന ഒരു ആരാധനയാണ്. ഇതിനകത്ത് മൗനമായി ഇരിക്കരുത്, ഇതിനകത്ത് നിർവിചാരിയായിരിക്കരുത്. പട വെട്ടിക്കേറേണ്ട മേഖലകളിൽ, പോരാടേണ്ട മേഖലകളിൽ, വെട്ടിക്കേറേണ്ട മേഖലകളിൽ ആത്മാവിന്റെ കരുത്ത് പ്രാപിച്ച ദുഷ്ട വ്യാപാരങ്ങൾ വെട്ടുന്ന ഒരു ആത്മമണ്ഡലം. വൈതര കെട്ടി, ഘടകശാല, അർത്ഥൽ ഗമന, മന്ത്രവാദ കെട്ടുകൾ അഴിയട്ടെ. ആഭിചാര കെട്ടുകൾ അഴിയട്ടെ. തലമുറകളെ വശീകരിക്കുന്ന കെട്ടുകൾ അഴിയട്ടെ. ആത്മീയ കാഴ്ചപ്പാടിലേക്ക് തലമുറകളെ ഇറക്കാതെ പിടിച്ചു കെട്ടുന്ന വ്യാപാര മണ്ഡലങ്ങൾ പോട്ടട്ടെ.
ആമേൻ. ഞാനൊരു ആത്മീയ ദൂത് പറയാം. 37-ാം അധ്യായത്തിൽ യാക്കോബിൻ്റെ വീട്ടിനകത്ത് തൻ്റെ 10 മക്കളിൽ ഒരുവൻ ആത്മീയ കാഴ്ചപ്പാടുള്ളവനാ. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. 2 മക്കളുള്ളതിൽ 3 മക്കളുള്ളവരിൽ ഒന്നേ ഉള്ളെങ്കിൽ ആ തലമുറയ്ക്കൊരു ആത്മീയ കാഴ്ചപ്പാടുണ്ടെങ്കിൽ നീ ഭയപ്പെടേണ്ട. ഒരു ദുഷ്ടനും ഇഴഞ്ഞ് കയറാതെ വണ്ണം അത് കണ്ടുപിടിച്ച് ആ തലമുറ പ്രാർത്ഥിച്ച് ജയമെടുത്തോളും. ഒരാമേ പറഞ്ഞാട്ടെ, പോരാ ശക്തിയോടെ ആമേൻ. ഈ 36-ാം അധ്യായത്തിൻ്റെ ചരിത്രം അറിയാവോ? 36-ാം അധ്യായത്തിൻ്റെ ചരിത്രം ഏശാവിൻ്റെ വംശാവലിയെക്കുറിച്ചാണ് പറയുന്നത്. 36-ാം അധ്യായം 36-ാം അധ്യായത്തിൻ്റെ 40-ാമത്തെ വാക്യം തുടങ്ങി ഒന്ന് വായിച്ചേ. വംശം വംശമായും ദേശം ദേശമായും പേര് പേരായും ഏശാവിൽ നിന്ന് ഉത്ഭവിച്ച പ്രഭുക്കന്മാരുടെ പേരുകളാവിത്. അടുത്ത തിമ്ന പ്രഭു, അൽവ പ്രഭു, ഏദേത് പ്രഭു, ഓഹോലിബാമ പ്രഭു, ഏല പ്രഭു, പീനോൻ പ്രഭു, കെനസ് പ്രഭു, തേമാൻ പ്രഭു, മിപ്സാർ പ്രഭു, മഗ്ദിയേൽ പ്രഭു, ഈരാം പ്രഭു. ഇവർ താന്താങ്ങളുടെ അവകാശ ദേശത്തെയും ഏശാവിന്റെ മക്കളാ. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഒരു ഭാഗത്ത് ഏശാവിൻ്റെ തലമുറകൾ ഇങ്ങനെ വളർന്നു കയറുക, സ്തോത്രം, ബലപ്പെട്ടുകൊണ്ടിരിക്കുക. കരുത്തന്മാരായ യോദ്ധാക്കളായ ധനാഢ്യന്മാരായ സ്വത്ര എന്തിനെ ഏതിനെ നെഞ്ചു വിരിച്ച് വെല്ലുവിളിക്കാൻ ശേഷിയുള്ള ഒരു കൂട്ടം തലമുറ ആമേൻ സ്വത്രം മറു സൈഡ് വളരുമ്പോൾ യാക്കോബിൻ്റെ കൂടാരത്തിനകത്ത് ഇതിനെയെല്ലാം പിടിച്ചു കെട്ടാൻ ശേഷിയുള്ള ഒരാത്മീയ തലമുറ എഴുന്നേറ്റു. നിങ്ങൾക്ക് ആ ദൂതിൻ്റെ ആശയം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കാരണം ഏശാവിൻ്റെ അകത്ത് ഒരു പകയുണ്ട് യാക്കോബിനോട്. തന്നെ കളിപ്പിച്ചവൻ്റെ തലമുറയാണത്. സ്തോത്രം പറഞ്ഞാട്ടെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വിടാം, മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്ന ജനം ഏതോം ദേശം വഴി പോകാൻ നേരത്ത് അവർ റിക്വസ്റ്റ് ചെയ്തു, ഞങ്ങൾ ഇതുവഴി പോകുന്നു, എന്തെങ്കിലും നിൻ്റെ അനുവാദം കൂടാതെയോ അനുവാദത്തോടെയോ കുടിച്ചാലോ എടുത്താലോ കഴിച്ചാലോ അതിന് തക്കതായ വില ഞങ്ങൾ തന്നുകൊള്ളാം എന്ന് പറഞ്ഞിട്ടും അവർ പറഞ്ഞൊരു പദമുണ്ട്, എൻ്റെ ദേശത്തുകൂടി വന്നാൽ എനിക്ക് നിൻ്റെ നേരെ വാളുമായി വരേണ്ടി വരും. അപ്പൊ ഏത് നിമിഷവും യാക്കോബിൻ്റെ ഗ്രഹത്തോട് ആക്രമിക്കാൻ തക്കവണ്ണം പിശാചി ബലപ്പെടുത്തുന്ന ഒരേദോമിൻ്റെ തലമുറയുണ്ട്. ഇതിനെ ജയിക്കണമെങ്കിൽ, ഇത് ഈ തന്ത്രങ്ങളെ പൊട്ടിക്കണമെങ്കിൽ യാക്കോബേ നിന്റെ കൂടാരത്തിനകത്ത് ഒരു ദർശനമുള്ള തലമുറ എഴുന്നേക്കണം. ഒരാമേ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. വാഗ്ദത്ത സന്തതികളെ നിന്റെ വീട്ടിനകത്ത് എഴുന്നേൽപ്പിച്ചത് എന്തിനാണെന്നറിയാമോ? ആമേ, പിതാക്കന്മാരുടെ കാലം മുതലേ അവകാശം പറഞ്ഞു പ്രാണനെ കൊതിച്ചു നാശം വിതയ്ക്കാൻ, ശാപത്തിനടിമയാക്കാൻ നിന്റെ തലമുറകളോട് വെല്ലുവിളിക്കുന്ന ആമേ ഒരു വ്യാപാരമുണ്ട്. അതിനോട് ഫൈറ്റ് ചെയ്യുവാൻ, അതിനോട് പോരാടി വാഗ്ദത്തങ്ങളിൽ തലമുറ കയറേണ്ടതിന് ഒരു തലമുറയെ ദർശനത്തോടെ സ്വപ്നത്തോടെ ദൈവം എഴുന്നേൽപ്പിച്ചെങ്കിൽ അവൻ ആവശ്യമുള്ള വളവും വെള്ളവും വിട്ടുകൊടുത്ത് അവന് വേണ്ടി പ്രാർത്ഥന ക്രമീകരിച്ച് അവന്റെ ദർശനത്തെ പുഷ്ടിപ്പെടുത്തി അവന്റെ ആത്മീയ മനുഷ്യരെ ബലപ്പെടുത്തി അവന് വേണ്ടി കരയുന്ന തലമുറകൾക്ക് വേണ്ടി കരയുന്ന വാഗ്ദത്തമുള്ള തലമുറകൾക്ക് വേണ്ടി കരയുന്ന മാതാപിതാക്കന്മാർ ഇതിനകത്തുണ്ടെങ്കിൽ ഈ സന്ദേശം നിനക്കൊരു കരുത്തായി മാറട്ടെ. Praise the Lord. യോസേപ്പിന് സ്വപ്നം കൊടുത്തതിൻ്റെ പിന്നിൽ വ്യക്തിപരമായ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമല്ല, സ്തോത്രം പറഞ്ഞാട്ടെ. കാരണം ഇവൻ്റെ ചേട്ടന്മാർ രൂപേൻ തുടങ്ങി ഇങ്ങോട്ടുള്ള ഇവൻ്റെ സഹോദരങ്ങളെല്ലാം വാഗ്ദത്തം ഉള്ളതാ. ഇവരെയൊക്കെ ഒരാത്മീയ ദിശയിൽ കൊണ്ടുപോകണമെങ്കിൽ അപ്പൻ ദർശനമുള്ളവനാ, സ്വപ്നമുള്ളവനാ. അതുപോലെ ഒരു സ്വപ്നമുള്ളവൻ വീട്ടിനകത്ത് വേണം. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഞാൻ ഒന്നും കൂടി കാഴത്തിൽ പറയാൻ പോവാ. നിന്റെ വീട്ടിനകത്ത് ഒരുത്തിന് ദർശനമോ സ്വപ്നമോ ഉണ്ടെങ്കിൽ അവൻ്റെ വാക്ക് നീ തിരസ്കരിക്കരുത്. സ്തോത്രം പറഞ്ഞാട്ടെ.
അത് നീ വെറുതെ തള്ളിക്കളയരുത്. അവനെ നിന്റെ വീട്ടിനകത്ത് ദർശനത്തോടുകൂടി എഴുന്നേൽപ്പിച്ചത് നിന്റെ ആത്മീയ ജീവിതത്തിന് കേടുപിടിപ്പിക്കുന്ന പോരാട്ടങ്ങളെ ജയിപ്പാൻ നിന്നെ പ്രാപ്തനാക്കേണ്ടതിനാ അവനെ നിനക്ക് വേണ്ടി സ്വപ്നക്കാരനാക്കിയത്. ദൂത് ഗ്രഹിച്ചവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഒരാമേൻ പറഞ്ഞാട്ടെ. നിന്റെ വിശ്വാസ പടകിനെ ഇളക്കേണ്ടതിന്, നിന്റെ ആത്മീയ ജീവിതത്തെ തകർക്കേണ്ടതിന് ചില ഹുമനയോസിനെയോ ചില പിലത്തോസിനെയോ സഭയ്ക്കകത്തോ വീട്ടിനകത്തോ ദേശത്തിലോ നിന്റെ വിശ്വാസ പടകിനെ പൊളിക്കാൻ ശത്രു എഴുന്നേൽപ്പിക്കുമ്പോൾ ആ പദ്ധതിയെ പൊളിച്ചുകൊണ്ട്, ആ പദ്ധതിയെ തകിടം മറിച്ചുകൊണ്ട് ഹുമനയോസിന്റെ പിലത്തോസിന്റെ പൈശാചിക പദ്ധതികളെ പൊളിച്ചുകൊണ്ട് നിന്റെ വിശ്വാസ പടകിനെ ഉറപ്പോടെ നിർത്തേണ്ടതിന് ഒരു പ്രവചനമുള്ള, ശുശ്രൂഷയുള്ള, ഒരു ദർശനമുള്ള, ഒരു കാഴ്ചപ്പാടുള്ള തീമത്തിയോസിനെ നിന്റെ വീട്ടിനകത്ത് ദൈവം എഴുന്നേൽപ്പിച്ചതാ. ഒരാമേൻ പറഞ്ഞാട്ടെ. ഇപ്പൊ പിന്നെ നമ്മുടെ പെന്തിക്കോസ് കോളത്തിനകത്ത് ദൂത് പറയുന്നവനെയും വെളിപ്പാട് കാണുന്നവനെയും സ്വപ്നം പറഞ്ഞൊന്നും ഇട്ടമില്ല. എങ്ങനെയൊക്കെ അവരെ വലിച്ചു കയറാൻ പറ്റും അങ്ങനെയൊക്കെ എന്ത് ചെയ്യുക? ഒരു സ്വപ്നം പറയും. എന്നിട്ടോ എനിക്കൊരു അനുഭവമുണ്ട്. ഞാനൊരു കാലം ചെന്ന് ശുശ്രൂഷിച്ച് അത്യാവശ്യം പകരത്തെ ശുശ്രൂഷ പോലെ ആലോചനയൊക്കെ പറഞ്ഞ് ചെന്നിരുന്നപ്പം എന്നോട് കുറച്ച് ക്വസ്റ്റ്യനൊക്കെ ചോദിച്ച ഒരാൾ, ഇങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞ ദൂതിനകത്ത് ഇന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിലേ ദൂതകത്തുള്ളൂ. സ്തോത്രം, ആമേൻ. പുള്ളി പറഞ്ഞ ബെടാ സംഭവങ്ങളാണ്. അപ്പം ഞാൻ പ്രായമൊക്കെ വെച്ച് ഞാൻ പറഞ്ഞു ശരി ആയിക്കോട്ടെ, ഞാൻ അടുത്ത പ്രാവശ്യം ദൂത് പറയുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചോളാം ഈ എക്യുപ്മെൻറ്റ്സൊക്കെ അതിനകത്തുണ്ടോ എന്നുള്ളത്. സ്തോത്രം. എന്നിട്ട് പുള്ളി പറഞ്ഞു ഞാൻ ഇങ്ങനെ ആവശ്യമില്ല ദൂതൊന്നും കേൾക്കാൻ പോകത്തില്ല പാസ്റ്ററെ, എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞൊരു 3-4 മാസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം വണ്ടി വിളിച്ച് എൻ്റെ വീട്ടിൽ വന്നിരിക്കുക. ഞാൻ ചെന്തിനാ ചാവുന്നത്? 2 ആലോചന കേൾക്കാൻ വന്നതാ. 2 അല്ല 4 എണ്ണം പറയും, വന്നിരുന്നോളാൻ പറഞ്ഞു. സ്വോത്രം. അപ്പം ഞാൻ ചോദിച്ചേ, അല്ല അന്ന് പറഞ്ഞങ്ങനല്ല, അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് ആലോചന വേണം. സ്വോത്രം പറഞ്ഞാട്ടെ. അത്യാവശ്യ ഘട്ടങ്ങളിൽ അല്ല, ഞങ്ങൾ ആവശ്യത്തിനും പറയത്തില്ല, അത്യാവശ്യത്തിന് ഞങ്ങളും പറയത്തുള്ളൂ. പിടികിട്ടിയില്ല. സ്വോത്രം പറഞ്ഞാട്ടെ. ഞങ്ങൾ ആവശ്യത്തിന് പറയത്തില്ല, അത്യാവശ്യത്തിനേ പറയത്തുള്ളൂ. ഒരു സ്വോത്രം പറയണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യോസേപ്പിനെ എഴുന്നേൽപ്പിച്ചതിൻ്റെ പിമ്പിലെ രഹസ്യമാണ് പറയുന്നത്. പറഞ്ഞുതരാം. രൂബേൻ, ശിമയോൻ, ലേവി, യഹൂദ, ഇങ്ങനെ അങ്ങോട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാം വാഗ്ദത്തങ്ങൾ 2 രീതിയിലാണ് കിടക്കുന്നത്. യാക്കോബ് പറയുന്ന വാഗ്ദത്തങ്ങളും ഉണ്ട്, മോശ പറയുന്ന വാഗ്ദത്തങ്ങളും ഉണ്ട്. ഒരാമേ പറഞ്ഞാട്ടെ. അപ്പോൾ ഈ 2 വാഗ്ദത്തങ്ങൾ നിറവേറണമെങ്കിൽ ഇവരെ ആത്മീയ കാര്യങ്ങളിൽ ക്രമീകരിക്കണം. മനസ്സിലാകുന്നുണ്ടോ? എനിക്ക് ഒരു വാഗ്ദത്തം ഉണ്ടെന്ന് കണ്ടിട്ട് എന്നെ ഒന്ന് മോൾഡ് ചെയ്യേണ്ടതിന്, ആ സ്പിരിച്വൽ ലൈഫിനകത്ത് ഒന്ന് ആക്കം കൂട്ടേണ്ടതിന്, എൻ്റെ കുറവുകളെ വെളിപ്പെടുത്തി, എൻ്റെ പിഴവുകളെ വെളിപ്പെടുത്തി എന്നെ ഒരുക്കേണ്ടതിന് ചില കർത്തൃദാസന്മാരെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഒരാമേൻ പറഞ്ഞാട്ടെ. ആമേൻ. എന്നാൽ ചിലരൊക്കെ എൻ്റെ ആത്മീയ പടകിൻ്റെ ആണി വലിച്ചിളക്കിയിട്ടുമുണ്ട്. ഒരാമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ചിലരൊക്കെ നന്നായിട്ട് എന്നെ കീലും പശയും തേച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുക്കിയിട്ടുമുണ്ട്, വെള്ളം കയറി ചാകാതിരിക്കേണ്ടതിന്. ഒരാമേൻ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ അവരുടെ ചില പ്രാർത്ഥനകൾ, ശാസനകൾ, കൈവപ്പുകൾ, കൈത്താങ്ങലുകൾ എൻ്റെ ശുശ്രൂഷയ്ക്ക് ഒരല്പം ഒരാക്കം കൂടാൻ ഇടയായി തീർന്നു. സ്തോത്രം പറഞ്ഞാട്ടെ. അപ്പോൾ രൂപേൻ തുടങ്ങി ഇങ്ങോട്ടുള്ള തൻ്റെ സഹോദരന്മാരെ ആത്മീയമായി പണിതുറപ്പിച്ച് അവരുടെ വാഗ്ദത്തങ്ങളെ ഗൗരവത്തോടെ കാണേണ്ടതിന്, അവരെ ഒന്ന് ഉണർത്തേണ്ടതിന് വേണ്ടിയും കൂടെയാണ് ഈ യോസേപ്പിനെ ദൈവ സ്വപ്നക്കാരനാക്കിയത്. സ്തോത്രം പറയണം. ആമേൻ. ഞാൻ പച്ച മലയാളത്തിൽ ദൂത് പറയാൻ പോവാ. നിന്റെ വീട്ടിനകത്തോ സഭയ്ക്കകത്തോ സ്വപ്നം പറയുന്ന ഒരുത്തനുണ്ടെങ്കിൽ അവനിട്ട് പണി വയ്ക്കാൻ നിന്നാൽ ചാക്കും പിടിച്ചോണ്ട് അവൻ്റെ വീട്ടുവാതൊക്കെ പോകേണ്ടി വരും. ഗ്രഹിച്ചവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ മർമ്മം വലിയത്. ആമേൻ. സ്തോത്രം. നിന്റെ ഇടയിൽ സ്വപ്നക്കാരനുണ്ടെങ്കിൽ അവനെ തോണ്ടാനും ചൊറിയാനും നിൽക്കരുത്, അവനെ കരയിപ്പിക്കരുത്, അവനെ അസഹ്യപ്പെടുത്തരുത്. ഒരാമേ പറഞ്ഞാട്ടെ. കാലം കലണ്ടർ കീറും മുമ്പേ അവൻ്റെ വീട്ടുവാതിക്ക ചാക്കുവായി 1 കിലോ ഗോതമ്പ്, 1/2 കിലോ പഞ്ചസാര റേഷൻ കടലല്ല, യോസേപ്പിൻ്റെ വരാന്തയിൽ പോയി നിൽക്കേണ്ടി വന്നു. ഒരു സ്തോത്രം പറയണം.
പക്ഷെ അവനെ കൂടെ ചേർത്ത് പിടിച്ച് അവൻ പ്രാർത്ഥിച്ചു പറയുന്ന ദൂതുകൾ ഒന്ന് ഏറ്റെടുത്ത് ഒന്ന് മുഴങ്കാല് മടക്കി ദൈവകരങ്ങളിൽ സമർപ്പിച്ചാൽ നിന്നെ തകർക്കാൻ വരുന്ന, നിന്നെ മുടിക്കാൻ വരുന്ന, നിന്നെ ഒതുക്കാൻ വരുന്ന ശത്രുവിന്റെ പദ്ധതികളെ വെട്ടുവാൻ നിന്നെ തന്നെ ശക്തീകരിക്കുന്ന ചില ദൂതുകളും ആലോചനകളും നിന്റെ വീട്ടിനകത്ത്, നിന്റെ സഹോദരനിലൂടെ, നിന്റെ അപ്പനിലൂടെ, നിന്റെ അമ്മയിലൂടെ, നിന്റെ മക്കളിലൂടെ ദൈവം കൈമാറുകയാ. കരമുയർത്തി സ്തോത്രം പറയണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കടവാവല് പോലെ ദൈവസഭയ്ക്കകത്ത് പറന്നു കയറുന്ന ചില ഈവിൾ സ്പിരിറ്റിന്റെ വ്യാപാരങ്ങളെ കണ്ടുപിടിച്ച് ആത്മാവിൽ ജയിച്ച് മുന്നേറുവാൻ ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ആത്മീയ കണ്ണുകളെ സ്വർഗം തുറക്കട്ടെ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. ആ മർമ്മം ശ്രദ്ധിച്ചോണം. യാക്കോബ് രാവിലെ എഴുന്നേറ്റ്, ജോസഫ് രാവിലെ എഴുന്നേറ്റ്, നിങ്ങൾ കേട്ടുള്ള ഭാഗമാ, എഴുന്നേറ്റ് അപ്പനോടും സഹോദരന്മാരോടും വളരെ സന്തോഷത്തോടെ, വളരെ ദൈവകൃപയോടെ പറഞ്ഞു, ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടു. സ്വപ്നം നിങ്ങൾക്കറിയാം. രണ്ട് രീതിയിലാണ് ആ സ്വപ്നം അപ്പനോടും അമ്മയോടും സഹോദരങ്ങളോടും പറയുന്നത്. സ്വത്രം പറഞ്ഞാട്ടെ, സ്വത്രം. ഈ സ്വപ്നം അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ രൂപൻ എഴുന്നേറ്റ് പോയി. സ്വത്രം. എന്നാ കാര്യം എന്നറിയാമോ? അപ്പൻ്റെ ആടുകളെ ഇടയ്ക്കിടയ്ക്ക് അടിച്ചു മാറ്റി വിൽക്കുന്നവനായി ഇവൻ. മനസ്സിലായില്ല? സ്വത്രം. ഈ ആത്മീയ കാര്യം പറയുമ്പം കേൾക്കാനും അത് കേട്ടുകൊണ്ടിരിക്കാനും ആമയെ സഹിഷ്ണുത കാണിക്കാതെ അസ്വസ്ഥപ്പെടുന്നവനുണ്ട്. ഓർത്തോണം, യവൻ എന്തോ വേലപ്പണി ഒപ്പിക്കുന്നുണ്ട്. അതിന് നമ്മൾ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ച് മറ നീക്കണമെന്ന് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. ഒരു സ്വത്രം പറഞ്ഞാട്ടെ. ആമേ. രൂപനോട് പറഞ്ഞു, രൂപൻ എഴുന്നേറ്റ് പോയി. യഹൂദയോട് പറഞ്ഞു, ശിമയോടും ലേവിയോടും പറഞ്ഞു. ഇവരൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഉടക്കെ അപ്പനോട് ചെന്ന് പറഞ്ഞു. ഒരു സ്വത്രം പറഞ്ഞാട്ടെ. അതിന് 37-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അവനത് അപ്പനോടും സഹോദരന്മാരോടും അറിയിച്ചപ്പോൾ അപ്പൻ അവനെ ശാസിച്ച് അവനോട്, നീ കണ്ട സ്വപ്നം എന്ത്? ഞാനും നിന്റെ അമ്മയും നിന്റെ സഹോദരന്മാരും സാഷ്ടാംഗം വീണ് നിന്നെ നമസ്കരിപ്പാൻ വരുമോ എന്ന് പറഞ്ഞു. ഒരാമേ പറഞ്ഞട്ടെ. അപ്പൻ അവനെ ചേർത്ത് പിടിച്ച് ഒപ്പമിരുന്ന് 1 മണിക്കൂർ പ്രാർത്ഥിക്കേണ്ടതിന് പകരം അപ്പൻ അവനെ ശാസിച്ച്, മേലായി സ്വപ്നമായിട്ട് വീട്ടിൽ എഴുന്നേക്കരുത്, പച്ച വെള്ളം തരികയില്ല. ഒരാമേ പറഞ്ഞാട്ടെ. സ്വത്രം. വിലക്ക. പ്രവചിക്കരുത്, സ്വപ്നം കാണരുത്. സ്വത്രം പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സഭയ്ക്ക് ആത്മീയ വർധനവ് വരണമെങ്കിൽ എന്ത് നടക്കണം? പ്രവചിക്കുന്നവൻ. സഭയ്ക്ക് ആത്മീയ വർധനവ്. ഒരു സ്വത്രം പറഞ്ഞാട്ടെ. അപ്പൻ ശാസിച്ചു. അതിന്റെ താഴത്തെ വാക്യം ഒന്ന് വായിച്ചേ. അവന്റെ സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി. സഹോദരന്മാർക്ക് ഇവനോട് അസൂയ തോന്നാനുള്ള കാരണം എന്നറിയാമോ? അപ്പൻ ഇവന്റെ സ്വപ്നം റിജക്റ്റ് ചെയ്തു എന്നറിഞ്ഞപ്പോൾ ചേട്ടന്മാർ പറഞ്ഞു, ഇനി ഇവനെ നമ്മൾ ഇച്ചിരി ഒതുക്കിയാലും അപ്പൻ നമ്മുടെ കൂടെ നിൽക്കും. കാരണം അവൻ്റെ സ്വപ്നം അവൻ പറഞ്ഞപ്പോൾ അപ്പൻ എന്ത് ചെയ്തു? ശാസിച്ചു. ഒരാമയും പറഞ്ഞാട്ടെ. ഒരാമയും പറഞ്ഞാട്ടെ. അതിൻ്റെ റൂട്ട് കണ്ടോ നിങ്ങൾ? ചേട്ടന്മാര് ഇവനെ ഒതുക്കാനുള്ള പദ്ധതി തുടങ്ങിയത് അപ്പൻ ഇവൻ്റെ സ്വപ്നം അംഗീകരിക്കുന്നില്ല എന്ന് കണ്ടു തുടങ്ങിയപ്പോൾ ചേട്ടന്മാർ ഇവനെ ആക്രമിക്കാൻ പദ്ധതി ഇട്ടത്. ഒരാമയും പറഞ്ഞാട്ടെ. ഇതിനകത്തിരിക്കുന്നതല്ല ദൈവകുഞ്ഞുകൊണ്ട് പറയാം. പ്രാർത്ഥിക്കുമ്പോഴും ആരാധിക്കുമ്പോഴും ദൈവസന്ധി കണ്ണടച്ച് കരയുമ്പോഴും ദേശത്തെക്കുറിച്ചോ ദൈവസഭയെക്കുറിച്ചോ കൂട്ടുവിശ്വാസികളെക്കുറിച്ചോ നിന്നെ നയിക്കുന്ന ദൈവദാസന്മാരെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിന്റെ നേതൃത്വങ്ങളെ വഹിക്കുന്ന കർത്തൃദാസന്മാരെ കുറിച്ചോ ആത്മീയമായ ചില കാര്യങ്ങളെ ദൈവം നിനക്ക് വെളിപ്പെടുത്തുമ്പോൾ അത് പറയിപ്പിക്കാതിരിക്കേണ്ടതിന്, അത് അവരുടെ കാതുകളിൽ മുഴങ്ങാതിരിക്കേണ്ടതിന് നിന്നെ ഭയപ്പെടുത്തുന്ന, നിന്നെ പേടിപ്പിക്കുന്ന ആത്മീയ ശുശ്രൂഷയെ ജ്വലിപ്പിക്കാൻ അനുവദിക്കാതെ വേണം. ആ ദൈവ കാര്യങ്ങളിലേക്ക് പിന്നെ നീ ചുവടുവെക്കാതിരിക്കാതെ വേണം. നിന്നെ ഒതുക്കാനും തകർക്കാൻ നോക്കുന്ന, നിന്നെ ഒതുക്കാൻ നോക്കുന്ന മാനുഷിക മണ്ഡലങ്ങളുടെ മേൽ ഇന്ന് രാത്രിയിൽ സ്വർഗം നിനക്ക് ജയം തരികയാണ്. ദൂതിന്റെ ആഴം ഗ്രഹിച്ചവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ശ്രദ്ധിച്ചു നോക്കണേ. അപ്പൻ ഇവന്റെ സ്വപ്നത്തെ ശാസിച്ചു. അപ്പൻ ഇവനെ ശാസിച്ചു, ഇനി മേലെ മിണ്ടരുത്. 2 ദിവസം കഴിഞ്ഞപ്പോ അപ്പൻ ഇവനോട് പറഞ്ഞു, ചേട്ടന്മാരെ പോയി അന്വേഷിക്കണം. ഒന്ന് വായിച്ച ആ ഭാഗം ഒന്ന് വായിച്ചേ. 13-ാമത്തെ വാക്യം തുടർന്ന് വായിച്ചേ. ഇസ്രായേൽ യോസേഫിനോട്, നിന്റെ സഹോദരന്മാർ ഷേക്കെമിൽ ആട് മേയ്ക്കുന്നുണ്ടല്ലോ,
വരിക, ഞാൻ നിന്നെ അവരുടെ അടുക്കൽ അയക്കുമെന്ന് പറഞ്ഞതിന് അവൻ അവനോട്, ഞാൻ പോകാമെന്ന് പറഞ്ഞു. അവൻ അവനോട്, നീ ചെന്ന് നിന്റെ സഹോദരന്മാർക്ക് സുഖം തന്നെയോ, ആടുകൾ നന്നായിരിക്കുന്നുവോ എന്ന് നോക്കി. ഞാൻ ആ വ്യാഖ്യാനം പറയട്ടെ. ഈ യോസേഫ് യാക്കോബിന്റെ മക്കൾക്ക് ഇച്ചിരി കള്ളത്തരങ്ങളൊക്കെ ഉണ്ട്, ഇല്ലേ? സ്തോത്രം പറഞ്ഞാട്ടെ. അവിടെയാണ് പ്രശ്നം ഉണ്ടാകുന്നത്. സ്തോത്രം. ഈ 37-ാമത്തെ അധ്യായത്തിനകത്ത് പറയുന്നുണ്ട്, 37-ാം അധ്യായത്തിൻ്റെ പ്രാരംഭത്തിൽ പറയുന്നുണ്ട്, ചേട്ടന്മാരുടെ ഇച്ചിരി കള്ളത്തരങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പം വീട്ടിൽ പറയുന്നുണ്ട്. ഒരാമയും പറയണം. സ്തോത്രം. അപ്പം ചേട്ടന്മാരുടെ ഹൃദയത്തിനകത്ത് യോസേപ്പിനോട് ഒരസൂയ ഉണ്ടെന്നുള്ള കാര്യം യാക്കോബിനറിയാം. പിടികിട്ടുന്നുണ്ടോ? യാക്കോബിനറിയാം. ഇവനും അവന്മാരും ഒരുമിച്ചൊരു പായിരുന്ന് ആരാധിക്കുന്നില്ല. ഒന്ന്, ഇവൻ എന്ത് ആത്മീയ കാര്യം പറഞ്ഞാലും അവന്മാരെന്ത് ചെയ്യുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല. 2, 3, അവന്മാരുടെ ഹൃദയത്തിനകത്തൊരു ശകലം വൈരാഗ്യവും അസൂയയും പകയൊക്കെ ആരെക്കുറിച്ചുണ്ട്? യോസേപ്പിനെ കുറിച്ചുണ്ട്. ഇത് ഇത്രയും മനസ്സിലാക്കിയിട്ടാണ് യോസേപ്പിനെ യാക്കോബ് എങ്ങോട്ട് പറഞ്ഞു വിട്ടത്? ഒരാമയും പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് അതിൻ്റെ റൂട്ട് മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം പറഞ്ഞാട്ടെ. ആത്മീയ കാഴ്ചപ്പാടോടെ നിൽക്കുന്നവൻ, ആത്മീയ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടവന്റെ കൈകളിൽ അകപ്പെടാതിരിക്കേണ്ടതിന് അകത്തളങ്ങളിൽ ഇന്നലെ ദർശനം പ്രാപിച്ച നീ അതിനുവേണ്ടി ചില വേലി കെട്ടി സൂക്ഷിക്കേണ്ട സമയമായി. അർത്ഥാൽ ദൈവം നിന്റെ കൂടാരത്തിനകത്ത് എഴുന്നേൽപ്പിച്ചിരിക്കുന്ന ആത്മീയ കാഴ്ചപ്പാടുള്ള തലമുറകളെ അകത്തളങ്ങളിൽ വിഴുങ്ങുന്ന ചില ജഡീകന്മാരുടെ അടുക്കലേക്ക് ആ തലമുറകൾ കയറാതിരിക്കേണ്ടതിന്, അവർക്കും നിന്റെ തലമുറയ്ക്കും ഇടയിൽ ഒരു കോട്ട കെട്ടി പ്രാർത്ഥിക്കേണ്ടതിന്, ഒരു മറ കെട്ടി പ്രാർത്ഥിക്കേണ്ടതിന്, ചില തലമുറകൾ ആത്മീയത്തിൽ നിന്ന് നഷ്ടമാകാതിരിക്കേണ്ടതിന് ചില കാര്യങ്ങളെ മനസ്സിലാക്കി പ്രാർത്ഥിച്ച് വഴി വെട്ടി അടച്ച് കയറേണ്ടതിന് ദർശനമുള്ള ചില മാതാപിതാക്കൾ ഇന്ന് രാത്രിയിൽ ഇതിനകത്ത് ഉണരണം. കാരണം അവിടെ തന്നെ താഴെ ഒരു മർമ്മം പറയുന്നുണ്ട്. ഈ ആടുകളെ മേയ്ക്കുന്നത് വേറെ രീതിയിലാണ്. 3 സ്ഥലം പറയുന്നുണ്ട്. അപ്പം പറയുന്നുണ്ട് അവരിന്ന് പോയിരിക്കുന്ന ഹെബ്രോണിലാണ്. ഒരാമയും പറഞ്ഞാട്ടെ. നിന്റെ ചേട്ടന്മാർ ഇന്ന് ആടിനെ കൊണ്ട് അവിടെ പോയിരിക്കുന്നത് ഹെബ്രോണിൽ. സ്തോത്രം. ഹെബ്രോൺ എന്ന വാക്കിന്റെ അർത്ഥം കൂട്ടായ്മ. ഒരാമയും ചേട്ടന്മാർ അപ്പൻ്റെ ആടുകളെ കൊണ്ട് എവിടെ ഇപ്പം ഇരിക്കുന്നുണ്ട്? ഹെബ്രോൺ എന്ന കൂട്ടായ്മയ്ക്കകത്ത്. പക്ഷെ ഇവൻ കൂട്ടായ്മയ്ക്കകത്ത് പോകുക എന്ന് പറഞ്ഞിട്ട് ഇവൻ കൂട്ടായ്മ വിട്ട് കറങ്ങാൻ തുടങ്ങിയിട്ട് മാസങ്ങളായുള്ള കാര്യം അപ്പൻ അറിയത്തില്ല. നിങ്ങൾക്ക് അതിൻ്റെ ആശയം മനസ്സിലാകുന്നുണ്ടോ? ചിലർ ദൈവസഭയ്ക്കകത്താണ് ശരീരം കൊണ്ട്, പക്ഷെ സ്പിരിച്വലായിട്ട് എവിടെയല്ല. ഒരാമയും പറയണം. ഒരാമയും പറയണം. ഒരുങ്ങിയൊക്കെ 6:45 എത്തി, ശരിയാ. 7:15, 7:30 എത്തിയിട്ടുണ്ട്. കാറും വണ്ടിയൊക്കെ ഓടിച്ചെത്തി. പക്ഷെ ശരീരം കൊണ്ടുവന്ന് കസേര ഇരുത്തിയിട്ടുണ്ട്. പക്ഷെ സ്തുതിക്കാനോ സ്വോത്രം ചെയ്യാനോ ദൈവത്തോട് ഏകീഭവിക്കാനോ ഹൃദയം വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കാനോ ദൈവശബ്ദത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാനോ കഴിയാതെ വണ്ണം ഒരു മാംസപിണ്ഡം പോലെ ഇതിനകത്തിരിക്കാനല്ല, ആ ദൈവത്തിന്റെ കൂട്ടായ്മയിലേക്ക്, ആത്മാവാം ദൈവത്തിന്റെ കൂട്ടായ്മയിലേക്ക് ഇന്ന് രാത്രിയിൽ നിന്നെ പണിയാൻ വിട്ടുകൊടുക്കുന്ന, നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ആത്മാവിന്റെ പദ്ധതിക്കായി ചില ശരീരങ്ങള് ദൈവിക കൂട്ടായ്മയിലേക്ക് വിട്ടുകൊടുക്കാൻ കഴിയാതെ ഉടച്ച് കെട്ടിയിരിക്കുന്ന അന്യായ കെട്ടുകൾ ഇന്ന് രാത്രിയിൽ ഇതിനകത്ത് അഴിയട്ടെ. വിശ്വസിച്ചൊന്ന് ദൈവകരങ്ങളെ വിട്ടുകൊടുത്ത് ആരാധിച്ച് കയറട്ടെ. ആത്മാവ് സഭയോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആത്മാവ് സഭയോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആത്മാവ് സഭകളോട് പറയുന്നവൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. രക്തത്താൽ ജയമെടുക്കുകയാ. കരമുയർത്തി ആമേൻ പറഞ്ഞാട്ടെ. അപ്പൻ അഡ്രസ്സ് കൊടുക്കുക. യോസേപ്പേ, സ്വപ്നക്കാരനെ, അവർ നിന്റെ ചേട്ടന്മാരെവിടെ ഉണ്ട്? ഹെബ്രോണിലുണ്ട്. ഹെബ്രോണിലില്ല. ഒന്ന് വായിച്ചു നോക്കിയേ. ഹെബ്രോണിലില്ല. അവൻ അവിടെ ചെന്നു. ചേട്ടന്മാർ ആടുകളെ കൊണ്ട് അവിടെ പോയിട്ടില്ല. അടുത്തത്, നാം ദോദാനിലേക്ക് പോകുക എന്ന് അവൻ പറയുന്നത് ഞാൻ കേട്ടു എന്ന് അവൻ പറഞ്ഞു. അങ്ങനെ യോസേഫ് തന്റെ സഹോദരന്മാരെ അന്വേഷിച്ചെന്ന് ദോദാനിൽ വെച്ച് കണ്ടു. അവരവനെ ദൂരെ. അതിന്റെ മേലത്തെ ഭാഗം തൊട്ട് വായിച്ചാട്ടെ.
അവൻ വെളിമ്പ്രദേശത്ത് ചുറ്റി നടക്കുന്ന ഒരുത്തൻ കണ്ടു. നീ എന്ത് അന്വേഷിക്കുന്നു എന്ന് അവനോട് ചോദിച്ചു. സ്വപ്നക്കാരൻ ചെന്ന് ചുറ്റി നടക്കുക. വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് സ്വപ്നത്തിനകത്ത് കയറേണ്ടവൻ ഇപ്പം ദൈവകൃപ നഷ്ടപ്പെടുത്തിയ ചേട്ടന്മാർക്ക് വേണ്ടി എന്ത് ചെയ്യുക? ദേശം മുഴുവൻ കറങ്ങുക. ഒരാമയും പറഞ്ഞാട്ടെ, ആരാമയും പറയണം. ദർശനം നഷ്ടപ്പെടുത്തിയവൻ്റെ പുറകെ ദർശനമുള്ള നീ ഇറങ്ങിയാൽ നീ കിടന്ന് കറങ്ങേണ്ടി വരും. ഒരാമയും പറയണം. കൂട്ടായ്മ ആചരിക്കാത്തവൻ്റെ പുറകെ നീ പോകരുത്. ആത്മീയ ബന്ധത്തിനകത്ത് നിൽക്കാത്തവൻ്റെ പുറകെ നീ പോകരുത്. വെളിപ്പാടും ദർശനവും പുറംകാലിന് അടിച്ചു കളഞ്ഞും തോന്നിയ പോലെ നടക്കുന്നവൻ്റെ പുറകെ ആത്മീയ കാഴ്ചപ്പാടുള്ള നീ ഇറങ്ങരുത്. ഇറങ്ങിയാൽ നിന്ന് കറങ്ങേണ്ടി വരും, ചുറ്റി തിരിയേണ്ടി വരും, അപകട സാധ്യതയ്ക്കകത്ത് കുരുങ്ങേണ്ടി വരും. ശത്രു നിന്നെ ഒതുക്കിക്കളയും. ഇന്ന് രാത്രിയിൽ പുറത്തുള്ളവരോടല്ല ഈ ദൂത് ദൈവം കൈമാറുന്ന, ഇതിനകത്തിരിക്കുന്ന ചിലതിനോട് ദൈവം കൈമാറുകയാ. ദൈവത്തെ വിട്ടുപോയവനെ വലിച്ച് കാറിനകത്ത് കയറ്റരുത്. ദൈവത്തെ വിട്ടുപോയവന്റെ നമ്പർ സേവ് ചെയ്യരുത്. ദൈവത്തെ വിട്ടുപോയവന്റെ ഇൻസ്റ്റാഗ്രാമിനകത്ത് നീ കയറരുത്. ദൈവത്തെ വിട്ടുപോയവന്റെ ഫേസ്ബുക്ക് ഐഡിക്കകത്ത് നീ ഫ്രണ്ട്സുക്ക് അയക്കരുത്. ഇന്ന് രാത്രിയിൽ ദൈവത്തെ വിട്ടവനെ നീ വിട്ടുകളഞ്ഞ് നിന്നെ ഏൽപ്പിച്ച ആത്മീയ ദൗത്യത്തിലേക്ക് മടങ്ങി വന്ന് ദൈവത്തെ ആരാധിക്കുക. 15 കൊല്ലം ഞങ്ങൾ ഒരുമിച്ച് കർത്തൃമേശ എടുത്തതാ. ഇപ്പൊ ഇച്ചിരി പരിവക്കേടായിപ്പോയി. പ്രാർത്ഥനയെ കൊണ്ടച്ചാ, പക്ഷെ സഭ ഒരു സഭായോഗത്തിന് പോകുന്നില്ലെന്നേ ഉള്ളൂ. ഒരാമയം പറയണം. ആത്മഭാരത്തോടെ എല്ലാ ഞായറാഴ്ചയും 15 കൊല്ലം ഒപ്പമായിരുന്നു ആരാധിച്ച്, ഒരുമിച്ച് ദേവേശ പാടി, ഒരുമിച്ച് കർത്തൃമേശ എടുത്ത് എല്ലാം കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞപ്പം ദൈവത്തെ വിട്ടുപോയി. ഭാര്യയും മക്കളും കൂട്ടായ്മയ്ക്ക് 2 സഭയിലാണ് പോണത്. ഭാര്യ പോണത് വേറെ സഭയിൽ, മക്കൾ പോണത് 3 സഭയിൽ. ഒരാമയും പറഞ്ഞേട്ടെ. സ്വോത്രം സ്വോത്രം. മൂത്ത മോൻ എവിടെ പോണേ? അവൻ കീബോർഡുമായിട്ട് വട്ടപ്പാറയിൽ പോകുന്നു. ഇളയ മോനോ അവൻ പാഡടിക്കാൻ വേണ്ടി പാറശാലയിൽ പോകണം. സ്വോത്രം. നടുക്കത്തവനോ അവൻ രാവിലെ ഒരുങ്ങുന്ന പോണത് അറിയാം. പാഡ് വായിക്കാൻ പോകണമെന്നോ കീബോർഡ് വായിക്കാൻ പോകണം, എവിടെയോ പോകുന്നുണ്ടെന്നറിയാം. സ്വോത്രം. അമ്മാമ്മ എവിടെയാ? അമ്മാമ്മ ഓരോ ഞായറാഴ്ച ഓരോ സഭയില. ഒരാമയും പറഞ്ഞാട്ടെ. സ്വോത്രം. അച്ചായനോ? അച്ചായൻ എങ്ങും പോകുന്നില്ല, വീട്ടിൽ തന്നെ ഉണ്ട്. സ്വോത്രം. ആ ദൈവദാസന് ആത്മഭാരമില്ല. പക്ഷേ ഈ വിശ്വാസി അച്ചായൻ എല്ലാ ഞായറാഴ്ച ആരാധന കഴിഞ്ഞ് ആ മനുഷ്യൻ്റെ വീട്ടിൽ ചെന്ന് പ്രാർത്ഥന ഉപദേശമാണ്. ഒരാമയും പറഞ്ഞാട്ടെ. സ്വോത്രം. ആദ്യത്തെ 3-4 മാസമൊക്കെ ചെന്ന് ആത്മഭാരവാ. ഇത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു പോകരുത്. ദൈവത്തെ വേണ്ടെന്ന് പറഞ്ഞ് പോയവനവൻ. ദൈവം അവനെ അടിച്ചു മടക്കി കൊണ്ടുവരട്ടെ. നിങ്ങളവൻ്റെ പിറകെ പോകരുത്. പാസ്റ്റർക്ക് അങ്ങനെ പറയാം. എനിക്ക് അവനുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം എന്ന് പറഞ്ഞാൽ 15 കൊല്ലം ഞങ്ങൾ ഒരുമിച്ച് കർത്തൃമേശ എടുത്തവരാ. ഞാൻ പറഞ്ഞു പിന്നെ പോകാൻ പറഞ്ഞു. സ്വോത്രം. പോയി സ്വോത്രം. പിന്നീട് അറിയുന്നു ഈ അച്ചായനും ആരാധനയ്ക്ക് പോകുന്നില്ല. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും. പറഞ്ഞേ ബാക്കി ഒന്നിച്ച് പറയുന്നില്ല, ഏതെങ്കിലും ഒന്നിച്ച് പറ. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും. മറ്റവനെ ചർച്ചയിൽ കൊണ്ടുവരാൻ പോയതാ. ഇപ്പം ദൈവദാസന്മാർ ഇവർ 2 പേരെയും വിടിവിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥനയാണ്. പിടികിട്ടിയോ? സ്വോത്രം. 15 കൊല്ലം ഇരുന്നവനൊക്കെ ശരിയാ, പക്ഷേ നിന്റെ കൂടെ ഇരുന്ന് കർത്തൃമേശയൊക്കെ എടുത്ത ശരിയാ. യവൻ അന്നേ പിശാചിൻ്റെ കയ്യിലാന്നുള്ള കാര്യം ആർക്കും അറിയത്തില്ലായിരുന്നു. അതാ ഞാൻ ചിലതൊക്കെ ശരീരം ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ, ആത്മാവിൻ്റെ കൂട്ടായ്മയ്ക്കകത്തില്ല. ഒരു സ്വോത്രം പറഞ്ഞാട്ടെ, ആമേൻ പറഞ്ഞാട്ടെ. കൂട്ടായ്മയ്ക്കകത്തുണ്ടെങ്കിൽ നിന്റെ കണ്ണ് മിനിമിനെ അടിക്കത്തില്ല. കൂട്ടായ്മയ്ക്കകത്തിരിക്കുകയാണെങ്കിൽ ആ വന്നപ്പോഴെ കാല് പിണച്ച് വെച്ചത് അതുപോലെ ഇരിക്കത്തില്ല. കൂട്ടായ്മയ്ക്കകത്താണെങ്കിൽ വന്നിരുന്നപ്പോഴേ കസേരയുടെ കൈ നിന്റെ കൈ കുത്തിയിരിക്കുന്ന ഇരിപ്പിരിക്കത്തില്ല. എപ്പോഴെങ്കിലും 4 സ്വോത്രം പറഞ്ഞേനെ, എപ്പോഴെങ്കിലും നീ ഒന്ന് കൈയടിച്ചേനെ, എപ്പോഴെങ്കിലും നീ ഒന്ന് ആരാധിച്ചേനെ, എപ്പോഴെങ്കിലും ദൈവത്തെ സ്തുതിച്ചേനെ. ഇന്ന് രാത്രി ഇതിനകത്ത് പറന്നിറങ്ങി നിൽക്കുന്ന ആത്മമണ്ഡലം നിന്റെ ശരീരത്തിലേക്ക് ഒന്ന് ഇറങ്ങേണ്ടത്
ചലിക്കേണ്ടതിന്, നിന്റെ ശരീരത്തിലേക്ക് ഒന്ന് ചലിക്കേണ്ടതിന് ഈ രാത്രി വിട്ടുകൊടുത്ത് അല്പനേരം ദൈവകൃപയുടെ വ്യാപാരത്തിൽ ദേഹം ദേഹി ആത്മാവിനെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലേക്ക് ചലിപ്പിച്ചൊന്ന് ആരാധിക്കുക. ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കൾ ഇതിനകത്ത് അടങ്ങിയിരിക്കരുത്. കരമുയർത്തി രാമൻ പറഞ്ഞാട്ടെ. പോരാ ശക്തിയോടെ സ്വോത്ര ദോതാനി വെച്ച് യോസേപ്പിനെ ചേട്ടന്മാര് പിടിച്ച് ഓടിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കാം. പിടിച്ച ചേട്ടന്മാര് അവനെ കുഴിയിലിട്ടതാരാന്നറിയാമോ? രൂബേൻ. അവനെ വിറ്റതാരാന്നറിയാമോ? യഹൂദ. ഒരാമൻ പറഞ്ഞാട്ടെ. സ്വോത്രം. രൂപൻ പറഞ്ഞ് ഇവനെ കൊല്ലണ്ട, എടുത്ത് കുഴിക്കകത്തിട്ടേക്കാൻ പറഞ്ഞു. ഐഡിയ. അപ്പം യഹൂദ പറഞ്ഞു, കുഴിക്കകത്തിട്ട നമുക്കൊരു പ്രയോജനമില്ല, അതുകൊണ്ടൊരു കാര്യം ചെയ്യും, ഇവനെ വിൽക്കാം. ഒരാമൻ പറഞ്ഞാട്ടെ. സ്വോത്രം. വിറ്റ് കഴിഞ്ഞുള്ള പ്രശ്നം വീട്ടിൽ ചെല്ലുമ്പം ഇവൻ എവിടെ ചോദിച്ചാൽ എന്ത് പറയും? അപ്പോൾ ബാക്കിയുള്ള ചേട്ടന്മാർ പറഞ്ഞു, ഞങ്ങളുടെ കയ്യിലുള്ള വകുപ്പുണ്ട്. സ്വോത്രം പറഞ്ഞാട്ടെ. ഒരു ചെറിയ കള്ളത്തരമൊക്കെ കാണിച്ച് സ്തോത്രം ഇവൻ്റെ രക്തമെന്ന് തോന്നിക്കുന്ന നിലകളിൽ ഒരാട്ടിൻകുട്ടിയുടെ രക്തമെടുത്ത് ഇവൻ്റെ വസ്ത്രത്തെ പുരട്ടി വീട്ടിൽ കൊണ്ട് കൊടുക്കുക. ഞാനൊരു മർമ്മം പറയാം. ഹല്ലേലൂയ. സ്വോത്രം. സ്വപ്നക്കാരനെ സൂക്ഷിക്കേണ്ട അപ്പൻ ജഡീകന്മാരായ സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കാൻ വിട്ടതുകൊണ്ട് ആ തിരുവെഴുത്ത് പറയുന്നു, 34-ാമത്തെ വാക്യം തുടങ്ങുന്നു, യാക്കോബ് വസ്ത്രം കീറി അരയിൽ രട്ടുശീല ചുറ്റി ഏറിയ നാൾ തൻ്റെ മകനെ ചൊല്ലി ദുഃഖിക്കേണ്ടി വന്നു. ഒരു സ്വോത്രം പറഞ്ഞാട്ടെ. ഇപ്പോൾ യാക്കോബ് അനുഭവിക്കുന്ന ദുഃഖം, യാക്കോബ് അനുഭവിക്കുന്ന വേദന അവൻ മന്ത്രവാദി വരുത്തി വെച്ചതല്ല, അവന്റെ എടുത്തുചാട്ടം കൊണ്ട് വന്നതാ. ദൂത് മനസ്സിലായവർക്കായി സ്വോത്രം ചെയ്യുന്നു. നിന്റെ വീട്ടിനകത്ത് വന്നു കയറിയ വിലാപം, നിന്റെ വീട്ടിനകത്ത് വന്നു കയറിയ കരച്ചില് ഇന്നും വീടിന്റെ പടിക്കെട്ട് ഇറങ്ങിപ്പോകാതെ ഒരശരീരി പോലെ നിന്നെ വേദനിപ്പിക്കുന്ന, നിന്നെ വിലപിപ്പിക്കുന്ന, നിന്നെ ദുഃഖിപ്പിക്കുന്ന ആ പോരാട്ട തൊട്ടടുത്ത വീട്ടുകാര് മന്ത്രവാദം ചെയ്ത് വിട്ടതല്ല. നിന്റെ എടുത്തുചാട്ടം കൊണ്ട്, നിന്റെ പിടിപ്പുകേട് കൊണ്ട്, നിന്റെ ബുദ്ധിമോശം കൊണ്ട് നിന്റെ വീട്ടിനകത്ത് വന്നു കയറിയ ചില കരച്ചിലുകൾ, ചില വിലാപങ്ങൾ അഴിഞ്ഞു മാറണമോ? ഈ രാത്രിയിൽ ഉണർന്ന് ദൈവത്തെ ആരാധിക്കുക. ആത്മനിറ പ്രാപിച്ച ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ മൗനമായിരിക്കരുത്, മൗനമായിരിക്കരുത്, മൗനമായിരിക്കരുത്. ഒരു അസാധാരണ വിടുതലിലേക്ക് ഇന്ന് രാത്രിയിൽ ദൈവം നിന്നെ കരം പിടിക്കുകയാണ്. ആമേൻ. ഞാൻ ചോദിക്കട്ടെ, ഒരാത്മീയന്റെ ഏറ്റവും വലിയ ഈ യോസേപ്പ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്തുവാ? അത് വാക്യമാ, പ്രവചനമാ, അർത്ഥം വേറെയാ. നമ്മൾ ഉദ്ദേശിച്ചല്ല അടിക്കുന്ന അതാണ് ഫലപ്രദം അല്ല. യോസേപ്പ് എന്ന വാക്കിനർത്ഥം യഹോവയാൽ കൂട്ടിച്ചേർക്കുക. രാമൻ പറഞ്ഞാട്ടെ. അത് തപ്പിക്കോ, ഗൂഗിളിൽ തപ്പിക്കോ, സ്വോത്രം പറഞ്ഞാട്ടെ. ഇപ്പോഴത്തെ ട്രെൻഡ് അതാണല്ലോ. സ്വോത്രം ഉദ്ദേശിമാര് പറഞ്ഞ അന്നേരം എല്ലാം ഗൂഗിളിനകത്ത് തപ്പുക. സ്വോത്രം. തപ്പി അവസരം ഗൂഗിൾ നിന്നെ കൊണ്ട് പോകരുത്. പോട്ടെ. കരമുയർത്തി രാമൻ പറഞ്ഞാട്ടെ. സ്വോത്രം. സ്വോത്രം. ഫലപ്രദമായ വൃക്ഷമുള്ള പ്രവചനമാണ്. അർത്ഥമെന്ന് പറഞ്ഞാൽ യഹോവയാൽ കൂട്ടിച്ചേർക്കുക എന്ന് പറഞ്ഞാൽ വീട്ടിനകത്ത് ഇവൻ നിമിത്തം ഒരാത്മീയ ക്രമീകരണത്തിന് വേണ്ടിയാണ് ദൈവം ഇവന് സ്വപ്നം കൊടുത്തു തുടങ്ങിയത്. പിടികിട്ടിയോ? അച്ഛാ, നിനക്ക് ദൈവം ചില കൃപാവരങ്ങൾ തന്നില്ലേ? ചില വെളിപ്പാടുകൾ തന്നില്ലേ? നീ പ്രാർത്ഥിക്കുമ്പോൾ ചില വിഷയങ്ങൾ ദൈവം നിനക്ക് വെളിപ്പെടത്തില്ലേ? എന്തോ ശുശ്രൂഷകൻ അല്ലെങ്കിലും പ്രാർത്ഥിക്കുന്ന നിനക്ക് ചില ദൈവിക രഹസ്യങ്ങൾ തരാനുള്ള കൃപ നിനക്ക് കിട്ടിയില്ലേ? അതെന്തിനാണെന്നറിയാമോ? നിന്റെ വീട്ടിനകത്ത് വിഘടിച്ച് നിൽക്കുന്ന ചിലതിന് ഒരു പായ കൊണ്ടുവരാൻ, ഒരു പ്രാർത്ഥനയിൽ കൊണ്ടുവരുവാൻ, ഒരു സഭയിൽ കൊണ്ടുവരാൻ ദൈവത്താൽ ചില കൂട്ടിച്ചേർപ്പുകൾ നിന്റെ വീട്ടിനകത്ത് ഉണ്ടാകേണ്ടതിന് ദൈവം നിന്നെ കൃപയാൽ നിറച്ചത്. കരമുയർത്തി രാമൻ പറഞ്ഞാട്ടെ. അതിന്റെ തെളിവിലേക്ക് ഞാൻ വരാം. സ്തോത്രം. ഈ ചേട്ടന്മാരിവനെ സ്തോത്രം ഒതുക്കി കൊണ്ടുപോവാ. അപ്പനിവനെ ശാസിച്ചു. അവിടെ മുതലേ
പിശാച് അപ്പനെ ഇവനെ നമ്മെ തെറ്റിക്കാൻ തുടങ്ങി. എൻ്റെ ആത്മീയ വ്യാഖ്യാനമാണ്. ഇപ്പൊ അപ്പൻ ദുഃഖിക്കുക. അപ്പൻ യോസേപ്പിനെ ചൊല്ലി യാക്കോബ് എത്ര കൊല്ലം കരഞ്ഞെന്നറിയാവോ? എത്ര കൊല്ലം കരഞ്ഞ്? 11, 10, 12, 13? സ്വതന്ത്രം പറഞ്ഞാട്ടെ. 13 കൊല്ലം എന്ത് ചെയ്ത്? ആവശ്യമില്ലാതെ സ്വപ്നം കാണുന്നവനെ യാസിച്ച കുത്തിയിരുന്ന് കരയേണ്ടി വരും. കൂടെ കരയാൻ പെണ്ണുമ്പുള്ള പോലെ ഇരിക്കത്തില്ല. നീ വരുത്തി വെച്ചല്ലേ കരഞ്ഞു. ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും എല്ലാം യോസേപ്പിൻ്റെ കയ്യിൽ എന്തോ, യാക്കോബിൻ്റെ കയ്യിൽ എന്തോ ഉണ്ട്? ആ രക്തം പോലുണ്ട വസ്ത്രം. എടാ, ഇത് ഫേക്കാണെന്നുള്ള കാര്യം അറിയുന്നില്ല. സ്വതന്ത്രം പറഞ്ഞാട്ടെ. സ്വന്തം മക്കള് കാപട്യം കാണിച്ച കള്ളത്തെളിവ് കൈവച്ചുകൊണ്ട് 13 കൊല്ലം ഈ മനുഷ്യൻ എന്ത് ചെയ്ത്? ഒരു സ്വതന്ത്രം പറയാം. ആമേൻ. നീ കരയുന്ന വിഷയമെങ്കിലും ജെനുവിനാണെന്നുള്ള വെളിപ്പാട് പിടിക്കുക. മനസ്സിലാകുന്നുണ്ടോ? സ്വതന്ത്രം. യോസേപ്പ് മരിച്ചു. ഓരോ ദിവസം കരഞ്ഞ മനുഷ്യൻ്റെ ആരോഗ്യം നഷ്ടപ്പെടുമ്പോഴും ചെറുക്കൻ സൂപ്പറായിട്ട് മോതിരം ഇട്ട് രാജവസ്ത്രം ഇട്ട് രഥത്തിനകത്തൂടെ മിസ്രൈമിലെ സ്വോത്രല്ലേ ഫയൽ ഒപ്പിട്ട് പറക്കുക. സ്വോത്രം. നിന്റെ വീട്ടിനകത്ത് വിടുതൽ നടക്കേണ്ടവനെ നീ ശാസിച്ചാൽ അവനെ തൂക്കിയെടുത്ത് പുറത്തു കൊണ്ടുവന്ന് ഇതുവരെ ദൈവത്തെ അറിയാത്തവൻ്റെ വീട്ടിനകത്ത് അവൻ അനുഗ്രഹമായി മാറാൻ തുടങ്ങും. ഒരു സ്വോത്രം പറയണം. ഹല്ലേലൂയ. ഈ സഭയ്ക്കകത്ത് ജ്വലിക്കേണ്ട ചിലത്, ഈ സഭയ്ക്ക് പ്രയോജനമാകേണ്ട ചിലത്, ഈ സഭയ്ക്ക് ഗുണമാകേണ്ട ചിലത്, ഈ സഭയ്ക്ക് ഉണർവാകേണ്ട ചിലത്, ഈ സഭയ്ക്ക് നന്മയാകേണ്ട ചിലതിനെ കാലങ്ങൾക്ക് മുമ്പേ തട്ടിക്കളഞ്ഞ അന്ധകാരത്തിന്റെ പദ്ധതികളെ ഇനിയെങ്കിലും സഭ തിരിച്ചറിയ. ഇനിയുള്ള ആത്മീയ തലമുറകൾ ഇതിനകത്ത് നിന്ന് തെറ്റിപ്പോകാതിരിക്കേണ്ടതിന്, ഓടിപ്പോകാതിരിക്കേണ്ടതിന്, കെട്ടുപോകാതിരിക്കേണ്ടതിന് ഇന്ന് രാത്രിയിൽ സഭ ഒരുമിച്ചുടര്. ഇനി ഒരു തലമുറ, ഇനി ഒരു സ്വപ്നക്കാരൻ ഞങ്ങളുടെ ഇടയിൽ നിന്ന് മാറിപ്പോകാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല. ഷുഡാമാന വൈഡാപാര. കരമുയർത്തി രാമേ പറഞ്ഞാട്ടെ. ഗോത്ര. ഈ യോസേപ്പിന്റെ മേൽ കിടക്കുന്ന അഭിഷേകവും ദൈവകൃപയും അപ്പൻ കണ്ടോ? ഇല്ല. ശരിക്കും യോസേപ്പ് ആരാണെന്ന് കണ്ടത് ആരാ? ഫറവോൻ യോസേപ്പിനെ കുറിച്ച് കിട്ടിയ 3 കാര്യം പറഞ്ഞേ. ഫറവോ ഇതുപോലെ ഇരിക്കുമായിരുന്ന കസേരയില്ലേ? വിവേകമുള്ളവൻ, ജ്ഞാനമുള്ളവൻ, ദൈവാത്മാവുള്ളവൻ. പാമ്പിനെ സേവിക്കുന്നവന് മനസ്സിലായി ഇപ്പം വന്നിരിക്കുന്നവൻ ദൈവകൃപയുള്ളവനാണ്. പെന്തിക്കോസുകാരനെ പിടികിട്ടിയില്ല. അവനെ കള്ള നമ്മൾ കുത്തിക്കൊണ്ടിരിക്കുക. നിങ്ങൾ സ്തോത്രം പറയണം. ആമേ. പാമ്പിനെ സേവിക്കുന്നവനാ ഫറവോൻ, അറിയാവോ? സ്തോത്രം പറയണം. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വക്രസർപ്പമാണ് ഫറവോൻ. സ്തോത്രം. ആമേൻ. അവൻ പറയുക, എൻ്റെ രാജ്യത്ത് ഇതുപോലത്തെ ഒരു ഇതിനെ കിട്ടിയിട്ടില്ല. നീ വിവേകമുള്ളവൻ, നീ ജ്ഞാനമുള്ളവൻ, നീ ദൈവാത്മാവുള്ളവൻ. ഇതാരോടാ ഫറവോൻ പറഞ്ഞത്? മന്ത്രവാദികളെയും ശകുനവാദികളെയും വിളിച്ചു പറയാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് നില്ല്. ഇവൻ ആരാന്നറിയാവോ? ഇവൻ വിവേകമുള്ളവനാ, ഇവൻ ജ്ഞാനമുള്ളവനാ, ഇവൻ ആത്മാവുള്ളവനാ. ഇനി കുറച്ചു കാലം യവൻ്റെ കൂടെ പോയി ഇരുന്ന് പ്രാർത്ഥിക്കുക. സ്തോത്രം. പിടികിട്ടിയോ? ഇത് ശരിക്കും തിരിച്ചറിയേണ്ടത് ആരാ? യാക്കോബ. ഒരാമയും പറഞ്ഞാട്ടെ. 2 മിനിറ്റ് കൊണ്ട് പ്രാർത്ഥിച്ചു നിർത്തും. ഹല്ലേലൂയ. യാക്കോബ തിരിച്ചറിയേണ്ടത്. പക്ഷെ ഇവൻ ആരാണെന്നും ഇവൻ്റെ മേലുള്ള ദൈവകൃപ എന്നാണെന്നും ഇവൻ്റെ മേലുള്ള അനുഗ്രഹം എന്താണെന്നും ഇവൻ്റെ വീട്ടിനകത്തും ഇവൻ്റെ ചേട്ടന്മാർക്കും ഇവൻ്റെ അപ്പനും മനസ്സിലാക്കാൻ കഴിയാതെ ഇവനെ ഇവിടുന്ന് പിഴുതെറിയേണ്ടതിന് ഈ വടവൃക്ഷത്തെ, ഈ ഫലപ്രദമായ വൃക്ഷത്തെ യാക്കോബിൻ്റെ ഗൃഹത്തിൽ നിന്ന് പിഴുതെറിയേണ്ടതിന് ആദ്യം അപ്പനെ കെട്ടി പിശാച്, പിന്നെ സഹോദരന്മാരെ ബന്ധിച്ചു കളഞ്ഞു. നിനക്ക് വേണ്ടി ദൈവം നട്ടു നനച്ച ഫലപ്രദമായ വൃക്ഷത്തെ നിന്നെ കൊണ്ട് തന്നെ വെട്ടുമാറാക്കിക്കുന്ന, നിന്നെ കൊണ്ട് തന്നെ ഒതുക്കിക്കുന്ന സാത്താന്റെ തന്ത്രത്തെ ഇന്ന് രാത്രിയിൽ നീ തിരിച്ചറിയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തില് സ്തോത്രം.
ഹല്ലേലൂയ. നീ ഒതുക്കാൻ നോക്കുന്നവൻ നിനക്ക് അനുഗ്രഹമാകേണ്ടവൻ, നീ കരയിപ്പിക്കാൻ നോക്കുന്നവൻ നിനക്ക് ഗുണമാകേണ്ടവൻ, നീ ഒതുക്കാൻ നോക്കുന്നവൻ നിന്നോട് ദൂത് പറയേണ്ടവൻ. എനിക്കറിയത്തില്ല ഇന്ന് രാത്രി എന്തിനാണ് ഇങ്ങനെ ദൈവാത്മാവ് PMG സഭയോട് ഇടപെടുന്നെന്ന് എനിക്കറിയില്ല. ഒരു വളർച്ചയെ മുരടിപ്പിക്കാൻ നോക്കുന്ന വ്യാപാരങ്ങള് ഇന്ന് രാത്രിയിൽ വെട്ടിമാറ്റുക ദൈവം. അപ്പം കരഞ്ഞു. എത്ര കൊല്ലം കരഞ്ഞു? 13 കൊല്ലം കരഞ്ഞു. ഇതിനിടയിൽ സന്തോഷിക്കാൻ പറ്റിയ ഒരുപാട് മേഖലകളുണ്ടായി. സന്തോഷിക്കാൻ പറ്റിയോ? ഇല്ല. രാമൻ പറയണം, നഷ്ടം 1 ലക്ഷം രൂപയല്ല, നഷ്ടം 25 സെന്റ് സ്ഥലമല്ല, നഷ്ടം ഒരു ആത്മീയനാ. ഇപ്പം നമുക്കിപ്പോൾ അങ്ങനൊന്നും ഇല്ലല്ലേ, നമുക്കിപ്പോൾ ആത്മീയനൊന്നും വേണ്ട. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം, സ്തോത്രം. കഴിഞ്ഞ ദിവസം ഞാൻ പ്രാർത്ഥിക്കാൻ പോയപ്പം അടുത്ത ദൈവാസം പറഞ്ഞതാ, ക്ഷമിക്കണമെന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു, പാസ്റ്റർ ഒരു ഫാമിലി വന്നിട്ടുണ്ട്, പ്രാർത്ഥിക്കണം. അവരെ ഒത്തിരി പേര് പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ ഈ പാസ്റ്റർ അവരെ ഒന്ന് മാറിക്കേ ഈ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഭാര്യയും ഭർത്താവും മുമ്പോട്ട് കൊണ്ടുവന്നു. സ്തോത്രം. ഞാൻ ചെന്നിനെ പ്രാർത്ഥിക്കണ്ടേ? സ്തോത്രം. 3.5 കോടി ബ്ലോക്കായി കിടക്കുക. ഞാൻ പറഞ്ഞു, ഏത് ജംഗ്ഷനിൽ? 3.5 കോടി ബ്ലോക്കായി കിടക്കുക, ഒന്ന് പ്രാർത്ഥിക്കണം. അന്നേരം പാസ്റ്റർ പറയാം, പാസ്റ്ററെ ഇത് പൊട്ടിയാൽ ഞാൻ രക്ഷപ്പെട്ടു. ഇത് പൊട്ടിയ ഞാൻ ചോദിച്ച്, അച്ചായ ഓ ഇത് എത്രാമത്തെ സഭയാ? 5-ാമത്തെ. പിടികിട്ടിയില്ല. സ്തോത്രം. ഞാൻ ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? സ്തോത്രം. പത്തനംതിട്ടയെന്ന്. പത്തനംതിട്ടയെന്ന് കെട്ടുപൊട്ടാൻ മാർത്താട്ടത്ത് വന്നിരിക്കുക. ഞാൻ പറഞ്ഞു, ഇവർ കെട്ടുപൊട്ടിയ 1 രൂപ നിനക്ക് കിട്ടുകയില്ല. സ്തോത്രം പറയണം. പക്ഷെ ആ പാവം പിടിച്ച വിശ്വാസികളല്ലേ, അവരെല്ലാം നിൻ്റെ കൂടെ അവസാനം വരെ കാണും. നിങ്ങൾ സ്തോത്രം പറയുന്നില്ല. അപ്പം കൂടെ വർഷങ്ങളായിട്ട് ഈ സഭയുടെ ആരംഭം മുതൽ പ്രാർത്ഥിക്കുന്നവരെ പുള്ളി സൈഡ് വാരം തള്ളുക. മാറ് ഒതുങ്ങും, നിങ്ങൾക്കൊക്കെ സമയമുണ്ടെന്ന്. സ്തോത്രം പറഞ്ഞാട്ടെ. 3.5 കോടി ബ്ലോക്കായി കിടക്കുന്നവനെ പിടിച്ച് പ്രാർത്ഥിച്ച് പൊട്ടിയാൽ എന്താ? 1 കോടിക്ക് എത്ര ദശാംശം? പറയണ്ട, ടെൻഷൻ കയറി BP കയറും. ചിന്തിക്കുക പോലും ചെയ്യരുത്. സ്തോത്രം. 1 കോടിക്ക് എത്ര ദശാംശം? സ്തോത്രം പറഞ്ഞാട്ടെ. ഇപ്പോഴത്തെ കാലത്ത് ദശാംശം മാത്രമാണ് കൊടുക്കുന്നത്? അല്ല, അതിൻ്റെ പകുതി കൊടുക്കും. ഓ, നെഞ്ചിനകത്തൊരു വേദന ആർക്കൊക്കെയോ. സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം. ആമേൻ. ഈ പുള്ളി പിടിക്കുക. പുള്ളിയുടെ സഭയ്ക്കകത്ത് ഫലപ്രദമായ വൃക്ഷങ്ങളെ പുള്ളി തള്ളുക പുറത്തോട്ട്. എന്നിട്ട് വല്ലവൻ്റെയും വിളയിൽ വേരുറപ്പിച്ചവൻ്റെ ഫലത്തെ വളച്ച് പിടിക്കുക. ഇവരുടെ വേരെവിടെ കിടക്കുന്നേ? പത്തനംതിട്ടയിൽ. സ്തോത്രം പറഞ്ഞാട്ടെ. ഇവരുടെ തലക്ക് എവിടെ കിടക്കുന്നത്? മാർത്താണ്ഡത്ത്. ഞാൻ ചോദിച്ച്, എങ്ങനെ വന്നത്? അത് ഞങ്ങളിപ്പോൾ ഈ 4 ദിവസം പ്രാർത്ഥന ഇവിടെ ഞങ്ങൾ വന്ന്. സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി പറയാം, നമുക്കിപ്പം പ്രാർത്ഥിക്കുന്നവനൊന്നും വേണ്ടെന്ന്. ഒരാമയും പറഞ്ഞാട്ടെ. സ്വപ്നം കാണുന്നവൻ ആർക്ക് വേണം? ദർശനക്കാരൻ ആർക്ക് വേണം? പുള്ളി പ്രവചിക്കും, ഓ എനിക്കെങ്ങും വേണ്ട. പുള്ളി ആത്മാക്കളെ നേടും, ആർക്ക് വേണം? സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അല്ല, ഇവർ സഭയ്ക്കകത്ത് വന്ന ഗുണമുണ്ട്. ആഴ്ച 3 ദിവസം ട്രാക്റ്റീവായിട്ട് കബഡിയാറ് പോകും. എന്നിട്ട് 5 പേരെ കൊണ്ടുവരും. ഇവിടെ ഇപ്പം ഇടാൻ കസേരയില്ല. ഒരാമയും പറഞ്ഞാട്ടെ. അമ്മേ, ഇടാൻ ഇടവില്ലെന്ന്. സ്തോത്രം പറയണം. ഹല്ലേലൂയ. പിടിക്കണം നീ. വാഗ്ദത്തം ഉള്ളവൻ ചാടിപ്പോകാതിരിക്കട്ടെ. ദർശനമുള്ളവനെ പിശാചി പിടിച്ചുകൊണ്ട് പോകാതിരിക്കട്ടെ. ഇന്ന് രാത്രി ദൂതിൻ്റെ ആഴങ്ങളെ ഗ്രഹിച്ച ദൈവജനത്തിനായി, ദൂതിൻ്റെ ആഴങ്ങളെ തിരിച്ചറിഞ്ഞ് ദൈവസഭയ്ക്കായി സ്തോത്രം ചെയ്യുക. ഒറ്റ വാക്ക് പറഞ്ഞ് നിർത്തട്ടെ. 38-ാം അധ്യായം 1-ാം വാക്യം വായിച്ചേ. അക്കാലത്ത് യഹൂദ തന്റെ സഹോദരന്മാരെ വിട്ട്. എന്തോന്ന്? അക്കാലത്ത് യഹൂദ തന്റെ സഹോദരന്മാരെ വിട്ടു. കറക്റ്റാ. അക്കാലത്ത് യഹൂദ തൻ്റെ സഹോദരന്മാരെ, ഇപ്പം അടിയായി സഹോദരന്മാർക്കിടയിൽ. യഹൂദ പറഞ്ഞ, രൂപേനെ ഞാൻ എൻ്റെ വഴിക്ക് പോവാ, നമ്മൾ തമ്മിൽ ഇനിയൊന്നുമില്ല. ഓത്രേ. ഇപ്പം യഹൂദ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? സ്തുതിക്കുന്നവൻ. ഇപ്പം സ്തുതിക്കുന്നവൻ വീട്ടിൽ നിന്ന് അടിയുണ്ടാക്കി ഇറങ്ങി. അതിൻ്റെ കാര്യം എന്താണെന്നറിയാവോ? സ്വപ്നക്കാരനെ ഇവർ വിറ്റപ്പോൾ ഓർക്കണമായിരുന്നു. ഒരാമയും പറഞ്ഞാട്ടെ. ആത്മീയനുണ്ടെങ്കിൽ കലഹം കയറാൻ അനുവദിക്കത്തില്ല.
ആത്മീയനുണ്ടെങ്കിൽ പിണക്കം വരാൻ അനുവദിക്കത്തില്ല. അവൻ്റെ പ്രാർത്ഥന നിനക്ക് പരിചയം പലകയുമാ. ഓരോ സ്വോത്രം പറഞ്ഞാട്ടെ, ഒറ്റ വാക്ക് പറയട്ടെ. യഹൂദ അവരെ വിട്ട് പുറത്തിറങ്ങി ഒരു കനാന്യ കുടുംബത്തിൽ ചെന്ന് കല്യാണം കഴിച്ചു. ആദ്യത്തെ തലമുറ ഏർ, രണ്ടാമത്തെ തലമുറ ഓനാൻ, മൂന്നാമത്തെ തലമുറ ശേല. ഒരാമേ പറഞ്ഞാട്ടെ. ഇവർ ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. ഏറ് ചത്തു. സ്വോത്രം പറഞ്ഞ ഏറ് കൊണ്ട് ചത്തു. ഓനെ ഓടിച്ചിട്ടടിച്ച്. സ്വോത്രം പറഞ്ഞാട്ടെ. പിന്നെ അപ്പം യഹൂദയ്ക്ക് മനസ്സിലായി, മൂന്നാമത്തവനും കൂടെ ജീവിച്ചിരിക്കണം, എനിക്ക് ഇച്ചിരി വെള്ളം തരാൻ. അതുകൊണ്ട് അവനെ പെണ്ണ് കെട്ടിക്കുന്നില്ല. ഒരു സ്വോത്രം പറഞ്ഞാട്ടെ. അവൻ എന്ത് ചെയ്യുന്നില്ല? എടാ, ഈ ഗതികേട് വരുമായിരുന്നോ? ആ സ്വപ്നക്കാരൻ വീട്ടിൽ കിടന്നിരുന്നെങ്കിൽ ഈ ഗതികേട് വരത്തില്ല. നിന്റെ നഷ്ടം വരുത്തിയ പിശാച് എപ്പോഴാണ് നിന്റെ വീട്ടിൽ കയറിയെന്നറിയാമോ? സ്വപ്നം നിനക്ക് നഷ്ടപ്പെട്ടപ്പോൾ, വെളിപ്പാട് നഷ്ടപ്പെട്ടപ്പോഴാ ദുരാത്മാവ് മരണം വിതയ്ക്കാൻ നിന്റെ വീട്ടിനകത്ത് കയറിയത്. ഒരാമയം പറയണം. ആ സ്വപ്നക്കാരൻ ഏറിയ കാലം കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ തിരുവെഴുത്ത് പറയുന്നു, 147 വയസ്സുള്ളവൻ ആരോഗ്യം തിരിച്ചു പിടിച്ച് ചൈതന്യമുള്ളവനായി കട്ടിലിന്മേൽ തന്നെത്താൻ ഉറപ്പിച്ചു. ഒരാമയം പറഞ്ഞാട്ടെ. യോസേപ്പ് വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ട ശേഷം 13 കൊല്ലത്തെ ചരിത്രം നിങ്ങൾ വായിച്ചു നോക്കണം. ആ യാക്കോബിൻ്റെ കുടുംബത്തിന് നഷ്ടവും കണ്ണുനീരും വേദനയും അല്ലാതെ ഒന്നും വന്നിട്ടില്ല. പക്ഷേ യോസേപ്പ് തിരിച്ചു വന്നതോടുകൂടി ഇവന് നഷ്ടപ്പെട്ട പലതും, യാക്കോബിന്റെ കുലത്തിലേക്ക് നഷ്ടപ്പെട്ട പലതും, അവന്റെ തലമുറയ്ക്ക് നഷ്ടപ്പെട്ടത്, അവന്റെ കൊച്ചുമക്കൾക്ക് നഷ്ടപ്പെട്ട പലതും യോസേപ്പിന്റെ മടങ്ങി വരവിലൂടെ ലഭിച്ചെങ്കിൽ ഇന്ന് രാത്രി പറയാ, ആത്മീയ കാഴ്ചപ്പാട് മങ്ങിയപ്പോൾ നിന്റെ കുടുംബത്തിൽ കയറിയ മരണം, തകർച്ച, നഷ്ടം, നിലവിളി, വേദന, ആത്മീയ തട്ടകത്തിലേക്ക് നീ മടങ്ങി വന്നാൽ 7 ഇരട്ടിയായി ആരോഗ്യം മടങ്ങി വരും, തലമുറ മടങ്ങി വരും, സമ്പത്ത് മടങ്ങി വരും, നന്മ മടങ്ങി വരും. ഇന്ന് രാത്രിയിൽ ദൈവസഭ ഒരുമിച്ച് അല്പനേരം കരങ്ങളെ തട്ടി ശക്തിയോടെ ദൂത് ഗ്രഹിച്ച ദൈവമക്കൾ ഈ രാത്രിയിൽ അല്പനേരം ദൈവത്തെ സ്തുതിച്ചാരാധിക്കട്ടെ. ആ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ എല്ലാ ദൈവമക്കളും ഒന്ന് സ്റ്റാൻഡപ്പ് ആയിക്കേ. എല്ലാ ദൈവമക്കളും നെല്ലെടുന്നാട്ടെ. യേശുവിന്റെ നാമത്തിൽ ഒരല്പവചന സന്ദേശം, അതിന്റെ ആഴങ്ങളെ ഒന്ന് കോർത്തിണക്കാൻ ദൈവം ഇന്ന് രാത്രി കൃപ നൽകിയെങ്കിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചേ. ഇതിനകത്തിരിക്കുന്ന ദൈവജനത്തോട് ഞാൻ ആത്മാർത്ഥമായ ഒരു ചോദ്യം ചോദിക്കുകയാ. നിന്റെ ആത്മീയ മനുഷ്യൻ ചത്തു തുടങ്ങി, നിന്റെ ആത്മീയ മനുഷ്യൻ കെട്ടപ്പെട്ടു, നിനക്കുണ്ടായ നഷ്ടങ്ങൾ, നിനക്കുണ്ടായ തകർച്ചകൾ, ഇന്നും ആഴത്തിൽ മുറിവേറ്റ് കിടക്കുന്ന വിഷയങ്ങൾ, കരയുന്ന വിഷയങ്ങൾ, വിലപിക്കുന്ന വിഷയങ്ങൾ, ഇന്ന് രാത്രി സ്വർഗം പറയുന്നു, ആത്മീയ നിറവിലേക്ക്, ആത്മീയ തിറവിലേക്ക്, സ്വപ്നത്തിലേക്ക്, ദർശനത്തിലേക്ക് ഇന്ന് രാത്രിയിൽ ഒന്ന് മടങ്ങി വാ. സഭ മടങ്ങി വാ, ജനം മടങ്ങി വാ. ഒരുമിച്ച് ദൈവകരങ്ങളിലേക്ക് ഒന്ന് വിട്ടുകൊടുത്ത് പ്രാർത്ഥിച്ച് അല്പനേരം എല്ലാ ദൈവമക്കൾ ശക്തിയോടെ ധൂരാമാന ബൗഡമാന വൈശമാന വിടുതൽ. ഇന്ന് രാത്രി സ്വർഗം നിന്നെ തൊടുകയാ. ഈ രാത്രി സ്വർഗം നിന്നെ തൊടുകയാ. സർവശക്തന്റെ കരം നിന്റെ മേൽ ചലിക്കട്ടെ. സർവശക്തന്റെ കരം നിന്റെ മേൽ ചലിക്കട്ടെ. ദൈവകരം നിന്റെ മേൽ ചലിക്കട്ടെ. ചില കെട്ടുകൾ ഇന്ന് രാത്രി അഴിയട്ടെ. സ്വർഗം തൊടട്ടെ. പരിശുദ്ധാത്മാവിന്റെ നിറവോടെ അർത്ഥാരകജല വൈഡവന അന്തരവക്ഷര ബൗഡവന ദീപരമർത്തന ബൗഡവന വൈശര വൈഡവ രഗതനയ അർത്തര വൈഡവ രീതനയ അർത്തരവക്ഷര ബൗഡവന ദീപരമർത്തന ബൗഡവന വീകലവക്ഷര ബൗഡവന വീകാരക്ഷ രഗതനയ അർത്തരവക്ഷര ബൗഡവന അന്തരവക്ഷര ബൗഡവന ദീപരമർത്തന ബൗഡവന അർത്തരവക്ഷര ബൗഡവന. അല്പനേരം അന്യഭാഷ പറഞ്ഞ സ്വർഗം ചലിക്കട്ടെ. ആത്മമണ്ഡലം വെളിപ്പെടട്ടെ. ഈ രാത്രിയിൽ പാതാള ഗോപുരങ്ങൾ വിറയ്ക്കുന്ന ആരാധന, പാതാള മണ്ഡലങ്ങൾ ഇളകുന്ന ആരാധന.
ജ്വലിക്കട്ടെ, ജ്വലിക്കട്ടെ. ആത്മനിറവോടെ ആരാധിക്ക്, ആത്മനിറവോടെ ആരാധിക്ക്, ആത്മനിറവോടെ ആരാധിക്ക്. ദൈവശക്തിയോടെ ആരാധിക്ക്, ദൈവശക്തിയോടെ ആരാധിക്ക്, ദൈവശക്തിയോടെ ആരാധിക്ക്. പരിശുദ്ധാത്മാവ് തൊടട്ടെ, പരിശുദ്ധാത്മാവ് തൊടട്ടെ, പരിശുദ്ധാത്മാവ് തൊടട്ടെ, പരിശുദ്ധാത്മാവ് തൊടട്ടെ. ഇതിനകത്തിരിക്കുന്ന പലതിൻ്റെയും ആയുസ്സിനെതിരെ വെല്ലുവിളിക്കുന്ന, നന്മയ്ക്കെതിരെ വെല്ലുവിളിക്കുന്ന, ആത്മീയ ഉയർച്ചയ്ക്കെതിരെ വെല്ലുവിളിക്കുന്ന സാത്താന്യ തന്ത്രങ്ങൾ ഇന്ന് രാത്രി അഴിയട്ടെ. സാത്താന്യ തന്ത്രങ്ങൾ ഈ രാത്രി അഴിയട്ടെ. സാത്താന്യ തന്ത്രങ്ങൾ ഈ രാത്രി അഴിയട്ടെ. ശരീരങ്ങളോട് വെല്ലുവിളിക്കുന്ന പോരുകൾ, ശരീരങ്ങളോട് വെല്ലുവിളിക്കുന്ന പോരുകൾ ഈ രാത്രി അഴിയണം, ഈ രാത്രി അഴിയണം, ഈ രാത്രി അഴിയണം. കെട്ടുപൊട്ടുക ഇന്ന് രാത്രി, കെട്ടുപൊട്ടുക ഇന്ന് രാത്രി. ശരീരങ്ങളുടെ മേൽ അവകാശം പറഞ്ഞ് രോഗക്കിടക്കകത്ത് ഒതുക്കുമെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന മണ്ഡലങ്ങൾ പൊട്ടട്ടെ ഇന്ന് രാത്രി. സ്വർഗസ്ഥനായ ദൈവത്തിന്റെ കരം ശക്തിയോടെ ചലിക്കട്ടെ. ആത്മനിറവിന്റെ തലം, ആത്മനിറവിന്റെ തലം തലമുറകളുടെ മേൽ. അതര ഘടക രഗജല ഘടയ വേട്ടക്കാരെ കെണിയൊരുക്കുന്നത് പോലെ ശത്രു നിനക്കെതിരെ ഒരുക്കുന്ന അവന്റെ പദ്ധതികളുടെ മേൽ ഒരു തീയായി, ഒരു തീയായി, ഒരു തീയായി, ഒരു തീയായി, തീയായി ജ്വലിക്കട്ടെ. ആ ആ കത്തട്ടെ, കത്തട്ടെ. ഒരാത്മാവിന്റെ തീ വിട്ടുകൊടുത്ത് ആരാധിച്ചേ, വിട്ടുകൊടുത്ത് ആരാധിച്ചേ. മൗനമായി നിൽക്കരുത്, മൗനമായി നിൽക്കരുത്. പോരുകൾ അഴിയണം, പോരുകൾ അഴിയണം. ആ ആ ഒരു മൂർച്ചയുള്ള വാള് പോലെ നിന്റെ ആത്മീയ ജീവിതത്തിനകത്ത് ഒളിച്ചു കയറാൻ കൊതിയോടെ നിൽക്കുന്ന പ്യായിന്റെ മണ്ഡലങ്ങൾ പൊട്ടട്ടെ, പൊട്ടട്ടെ. ആ തലമുറയ്ക്ക് നേരെ വെല്ലുവിളിക്കുന്ന, ഈ യൗവനക്കാരനെതിരെ വെല്ലുവിളിക്കുന്ന ഇവനെതിരെ ചില പടുകുഴികളെ വെട്ടുമെന്ന് പറഞ്ഞിരിക്കുന്ന പോരുകൾ ഇവന്റെ മാതാപിതാക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ ഇവന് വേണ്ടി ശക്തിയോടെ ആരാധിച്ചു കയറ്, ശക്തിയോടെ ആരാധിച്ചു കയറ്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത്. വിട്ടുകൊടുത്ത് ആരാധിച്ചേ, വിട്ടുകൊടുത്ത് ആരാധിച്ചേ. ഒരു 2 മിനിറ്റോ 5 മിനിറ്റോ മുമ്പോട്ട് പോയാൽ അസഹിഷ്ണുത കാണിക്കരുത്. ഒരു പുത്തൻ അനുഭവത്തിലേക്ക്, ഒരു പുത്തൻ അനുഭവം, ഒരു പുത്തൻ അനുഭവം, ഒരു പുത്തൻ അനുഭവം. യെസ്, യെസ്. ഈ രാത്രി ചലിക്കട്ടെ, ഈ രാത്രി ചലിക്കട്ടെ, ഈ രാത്രി ചലിക്കട്ടെ. ഉടമാന ഘടകരകതല ഒരു അസാധാരണ അഭിഷേകത്തിന്റെ നിറവിലേക്ക്, അസാധാരണ ഇന്നലത്തെ പരിചയമല്ല, ഇന്ന് രാത്രിയിൽ ഒരു പുതുക്കത്തിന്റെ ആത്മമണ്ഡലം കത്തട്ടെ. ദൈവജനത്തിന്റെ ഇടയിൽ ഒരു ദുഷ്ടന് കയറരുത്. ദൈവജനത്തിന്റെ ഇടയിൽ ആത്മീയനെ പൊട്ടക്കുഴിയിൽ ഒതുക്കുന്ന ചില രൂപേന്റെ പദ്ധതികൾ, ചില യഹൂദയുടെ പദ്ധതികൾ ഇന്ന് രാത്രിയിൽ ദൈവജനത്തിന്റെ ഇടയിൽ, ദൈവജനത്തിന്റെ ഇടയിൽ, ദൈവജനത്തിന്റെ ഇടയിൽ, ദൈവജനത്തിന്റെ ഇടയിൽ പതിയിരിക്കുന്ന വേഷം മാറി, വേഷം കെട്ടി, വേഷം മാറി, വേഷം കെട്ടി ദൈവജനത്തിന്റെ ഇടയിൽ പതിയിരിക്കുന്ന ചില രൂപേന്റെ വ്യാപാരങ്ങൾ, യഹൂദയുടെ വ്യാപാരങ്ങൾ. സ്വപ്നമുള്ളവന്, സ്വപ്നമുള്ളവൻ ദൈവസഭയ്ക്കകത്ത് പ്രയോജനപ്പെടാതിരിക്കേണ്ടതിന്, പ്രയോജനപ്പെടാതിരിക്കേണ്ടതിന് പദ്ധതി ഒരുക്കുന്ന, പൊട്ടക്കുഴി ഒരുക്കുന്ന ചില പൊട്ടുക, 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 പൊട്ടുക. ആ ആ ആ ആ അഭിഷേകത്തിന്റെ തീയിറങ്ങട്ടെ, അഭിഷേകത്തിന്റെ തീയിറങ്ങട്ടെ, അഭിഷേകത്തിന്റെ തീയിറങ്ങട്ടെ. വിട്ടുകൊടുത്തേ, വിട്ടുകൊടുത്ത് ആരാധിച്ച്, വിട്ടുകൊടുത്ത് ആരാധിക്കാൻ, വിട്ടുകൊടുത്ത് ആരാധിക്കാൻ. കരം വീശി അടിച്ച് വാ തുറന്ന് അന്യഭാഷ പറഞ്ഞ് ആരാധിച്ച് ഈ രാത്രി ശക്തിപ്പെട്, ഈ രാത്രി ശക്തിപ്പെട്. ദൈവശക്തി ഇറങ്ങട്ടെ, ദൈവശക്തി ഇറങ്ങട്ടെ. അടക അർത്ഥരകടയ അടകച്ചാര. ദൈവകരം ചലിക്കട്ടെ, ദൈവകരം ചലിക്കട്ടെ, ദൈവകരം ചലിക്കട്ടെ, ദൈവകരം ചലിക്കട്ടെ.
ആഴമേറിയ ദൈവ പദ്ധതിക്കായി ഒരുക്കപ്പെടട്ടെ. ആഴമേറിയ ദൈവ പദ്ധതിക്കായി ഒരുക്കപ്പെടട്ടെ. ചില മണ്ഡലങ്ങൾ പൊട്ടുക, ചില മണ്ഡലങ്ങൾ പൊട്ടുക, ചില മണ്ഡലങ്ങൾ പൊട്ടുക, ചില മണ്ഡലങ്ങൾ പൊട്ടുക. തലമുറയ്ക്കെതിരെ തലമുറകളെ അനുഗ്രഹത്തിലേക്ക് വിടാതെ, തലമുറകളെ നന്മയിലേക്ക് വിടാതെ പിടിച്ചു കെട്ടുന്ന ചില വ്യാപാരങ്ങൾ അഴിഞ്ഞു മാറുക. യേശുവിന്റെ നാമത്തിൽ അർത്തുരാജകൽക്കരാതി അർത്ഥപ്രാണം വൈടക്കനക ചമനത്താരം തേരിത്താരം അർദ്ധനവച്ച വൈടക്കനക ചാരത്താരം തേരിത്താരം അർഗലവർത്ത വൈടകരാച്ച റീവൽക്കവനാർ അബ്ദലനാഥ വെത്തലവാരി വൈടക്കനക സന്തലനാഥ വേടിക്കടയ അർദ്ധനവച്ചല വർത്തല വർത്തല മൗഢമരം ചലവർത്തല മൗഢമരം ചലവർത്തല അർഗലവർത്തല മൗഢമരം ചലവർത്തല മൗഢമരം ചലവർത്തല മൗഢമരാതി അടയമാനാധൂടചാരേ വൈടക്കടക ശബ്ദനാഥ ധീരക്കടകം അർദ്ധനവർത്തല മൗഢമരം ചലവർത്തല മൗഢമരം ചലവർത്തൽ പ്രൗഢമരത്തൽ അർഗനവത്താരീവൽക്കടകാരേതികരച്ച വർത്തല മൗഢ റീവൽക്കവര അർദ്ധനവത്താരേതികരച്ച വർക്കലാദി വൈടക്കടക ശബ്ദനാഥ ഓ ജീസസ് 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 ഭാരാജാര ഭൂഡാബാര ഭൂഡാജാര ജാരബാര രാമ കെട്ടഴിയണം. ആത്മീയ തലത്തിൽ മുന്നേറാതിരിക്കാൻ കെട്ടിയ കെട്ടുകൾ ഈ രാത്രി അഴിയട്ടെ, ഈ രാത്രി അഴിയട്ടെ, ഈ രാത്രി അഴിയട്ടെ. ഭൂഡമാന ബൗഡജാല ബൗഡമാന അർദ്ധരച്ച റീകരച്ച റീകരച്ച ഭൂഡമാന ഭൂഡജാല ബൗഡമാന അന്തരാജ ബൗഡജാല ചൂടമാന ദൂരമാന ദൂരമാന ദൂരജാന ധീരമാന ചൂടജാന ധീരജാന രാജ റീകരച്ച റീകര ദൂരരക്ഷ റീകര ധീരരക്ഷ റീകര. ആത്മാവിന്റെ തീയിറങ്ങട്ടെ. അഭിഷേകത്തിന്റെ തീ, അഭിഷേകത്തിന്റെ തീ, അഭിഷേകത്തിന്റെ തീ, അഭിഷേകത്തിന്റെ തീ. ഓ ഓ ഓ ഓ കെട്ടുകൾ അഴിയുന്നു, പോരുകൾ അഴിയുന്നു. ഒരു അസാധാരണ വിടുതൽ ഇപ്പോൾ 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 ചില ശരീരങ്ങളിൽ ചില ശരീരങ്ങളിൽ ചില ശരീരങ്ങളിൽ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജയമടിക്കുക. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജയമടിക്കുക. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. ഇന്ന് രാത്രി കേൾക്കപ്പെട്ട ദൂതിന്റെ മുമ്പിൽ നമ്മെ തന്നെ സമ്പൂർണമായി സമർപ്പിക്കാം. ഈ രാത്രി നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, ഒരു രൂപേൻ്റെ മേഖലകളും എൻ്റെ മേൽ ഇന്ന് രാത്രി ആധിപത്യം പറയരുത്. ഒരു ലാഭാന്റെ ശക്തികളും ഞങ്ങളുടെ മേൽ ആധിപത്യം പറയരുത്. ഇന്ന് രാത്രി എനിക്കൊരു ജയത്തിൻ്റെ രാത്രിയാണ്. എൻ്റെ തലമുറകൾക്കെതിരെ, ഹല്ലേലൂയ, എൻ്റെ കുടുംബങ്ങൾക്കെതിരെ, ദൈവികമായി എൻ്റെ മേലുള്ള വിളികൾക്കെതിരെ, എൻ്റെ തലമുറയുടെ മേലുള്ള വിളികൾക്കെതിരെ തല ഉയർത്തി നിൽക്കുന്ന ഇരുട്ടിൻ്റെ മണ്ഡലങ്ങളോട് ഇന്ന് രാത്രി സന്ധിയില്ലാതെ, ഒരു കോംപ്രമൈസ് ചെയ്യാതെ ഈ രാത്രി വിരൽ ചൂണ്ടി പറയാമോ, ദുഷ്ടപിശാചേ, നിനക്കെൻ്റെ കൂടാരത്തിനകത്ത് എൻ്റെ തലമുറയുടെ മേൽ നിനക്കൊരു അധികാരമില്ല. ഈ രാത്രി വിശ്വാസത്തോളം സ്വപ്നം ചെയ്ത് പറയാമോ, ഈ രാത്രി ചില കെട്ടുകൾ പൊട്ടുകയോ, ഈ രാത്രി ചിലതിനെ പിടിക്കകത്ത് നിന്ന് ഈ രാത്രി ചിലതിനെ പുറത്തു കൊണ്ടുവരാൻ കഴിവുള്ള ഒരു ദൈവത്തിന്റെ കരം ഇതിനകത്ത് ചലിക്കപ്പെടുകയോ യേശുവിന്റെ നാമത്തിൽ അതിന്ന് രാത്രി സംഭവിക്കട്ടെ. ഈ രാത്രി അങ്ങനെ പറയുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഈ രാത്രി ചിലതിനോട് കോംപ്രമൈസ് ചെയ്യാതെ, ചിലത് കണ്ടിട്ട് നീ മയങ്ങിയിരിക്കരുത്, നീ ഭയപ്പെട്ടിരിക്കരുത്.
അവന്റെ കൂടാരത്തിനെതിരെ, അവന്റെ നിന്റെ കൂടാരത്തിനെതിരെ ശത്രു ഒരുക്കുന്ന ചില പദ്ധതികളെ കണ്ട് നീ മുഴങ്കാലം മടക്കി ആത്മാവിൽ വെട്ടിക്കയറാമോ? ഈ രാത്രി എന്തോ ദൈവാത്മാവ് ശക്തമായി ഇടപെടുകയാണ്. ചിലതിനെ പുറത്തെടുക്കാൻ സമയമായി, ചിലതിന്റെ കല്ലിലെ കൂടുകൾ പൊളയാൻ സമയമായി, ചിലതിന്റെ തോടുകൾ പൊട്ടാൻ സമയമായി, ചില ദൈവിക അഭിഷേകങ്ങൾ പുറത്തു വരാൻ, കൃപാവരങ്ങൾ പുറത്തു വരാൻ സമയമായി. ഈ രാത്രി അതിനായി എന്റെ തലമുറയെ ഞാൻ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, എന്റെ കുടുംബത്തെ സമർപ്പിക്കുന്നു, സഭയെ സമർപ്പിക്കുന്നു. ഇന്ന് രാത്രി അങ്ങനെ പറയാമോ? ഈ രാത്രി ദൈവാത്മാവ് ചിലതിനെ പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. ഇന്ന് രാത്രി ദൂതിനെ മുമ്പിൽ സമർപ്പിക്കാം, ഹൃദയംഗമായി പ്രാർത്ഥിക്കാം, ദൈവത്തിൻ്റെ ഇഷ്ടത്തിനായി ഈ രാത്രി സമർപ്പിക്കാം. കർത്താവിന്റെ ദാസനായി നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ പകലും ഈ രാത്രിയിലും ശക്തിയോടെ കർത്താവിന്റെ ദാസനെ ദൈവം ഉപയോഗിച്ചല്ലോ. പിന്നെ മൂച്ചുള്ള ആയുധമാക്കി ദൈവം ഉപയോഗിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നാളെ നടക്കുന്ന വിശുദ്ധ സഭാരാധനയ്ക്കായി പ്രാർത്ഥിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരും കടന്നു വരുവാൻ, കർത്താവിന്റെ കൃപ നമ്മോട് കൂടെ ഇരിപ്പാൻ നാം എല്ലാവരും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസന്റെ കുശിപ്പാസം മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ഈ ആശീർവാദം പറഞ്ഞ് ഈ രാത്രി അവിടെ അവസാനിപ്പിക്കുമല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹീതമായ രാത്രി വേളയ്ക്കായി വീണ്ടും ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവേ, തിരുപാദപീഠത്തിൽ ഉപവാസത്തിൽ പ്രാർത്ഥനയിലായിരിക്കാൻ സഭയായി ദൈവം ഞങ്ങളെ സഹായിച്ചു. ഈ മൂന്നാമത്തെ രാത്രിയിലും ദൈവത്തിൻ്റെ ആത്മാവിന്ന് പകലും കർത്താവിൻ്റെ ദാസനിലൂടെ കേൾപ്പിച്ച എല്ലാ വിലപ്പെട്ട സന്ദേശങ്ങൾക്കായും നന്ദിയോടെ സ്തോത്രം. പൽക്കാലം കർത്താവിൻ്റെ ദാസനെ ഉപയോഗിച്ചുവല്ലോ ഇന്ന് രാത്രിയിലും അതിൽ തന്നിലൂടെ കേൾപ്പിച്ച എല്ലാ വിലപ്പെട്ട ആലോചനകൾക്കായും നന്ദിയോടെ സ്തോത്രം. ഹാലിയ ദർശനമുള്ള ഹാലി സ്വപ്നമുള്ളതായ യോസേഫിനെ ശത്രു ഒതുക്കുവാൻ ശ്രമിച്ചുവെങ്കിലും ഹാലലുയ അവനിൽ സ്വപ്നമുണ്ടായിരുന്നത് കൊണ്ട്, അവൻ ഫലപ്രദമായ വൃക്ഷമായി ദൈവം അവനെ കണ്ടതുകൊണ്ട് ഹാലി ശത്രു അവനെതിരായി വാടകോരിയ അനുഭവങ്ങൾ കടന്നു വന്ന സ്ഥാനത്ത് അവനെ ദൈവം ഹാലി സഹായിച്ച് മറുപടി കൊടുത്ത് ഉയർത്തിയ ആ വലിയ കർത്താവെ സംഭവ ചരിത്രം തിരുവചനത്തിൽ നിന്ന് രാത്രിയിലും കേൾപ്പാൻ ദൈവം ഞങ്ങൾക്ക് അവസരങ്ങളെ തന്നല്ലോ. കർത്താവെ, ഹാലലിയ സഭയുമായുള്ള ബന്ധത്തിൽ ആലോചനയുള്ള, സ്വപ്നമുള്ള, ദർശനമുള്ള ഒരു കുഞ്ഞിനെ പോലും ശത്രു തൊടുവാൻ ദൈവം അനുവദിക്കല്ലേ. കർത്താവെ, ഹാലി വിലപ്പെട്ടതിനെ വിലപ്പെട്ടതായി ദൈവ സന്നിധിയിൽ നിലനിർത്തുന്ന ദൈവ സ്നേഹത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ശത്രുവായവൻ ഹാലലി ഇല്ലായ്മ ചെയ്യുവാൻ, ഹാലലി അവനതായ സ്വപ്നത്തെ കെടുത്തുവാൻ അതിന്റെ പദ്ധതികൾ പല വിധത്തിൽ ഒരുക്കി ഉപായ രൂപേണ അവന്റെ സഹോദരന്മാർ അവനെ തകർക്കുവാൻ ശ്രമിച്ച എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും യോസേഫിനെ ദൈവം ഉയർത്തി അല്ലെങ്കിൽ വിടുവിച്ചു എന്ന് ഞങ്ങളെ കേൾപ്പിച്ച സ്നേഹത്തിനായി സ്തോത്രം. അവിടുന്ന് അത്ഭുതങ്ങളുടെ ദൈവമായിരിക്കാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹാലലിയ സഭയിലുള്ള ഓരോ കുഞ്ഞുങ്ങളെയും യേശുവിന്റെ വിലയേറിയ രക്തത്താൽ പിന്നെ മറയ്ക്കണമേ. അല്ലെങ്കിൽ സ്വപ്നമുള്ളവർ അധികം സ്വപ്നം കാണുവാൻ, ദർശനമുള്ളവർ ദർശനം കാണുവാൻ, അഭിഷേകത്തിന്റെ ശക്തിയുള്ളവർ അത് വർദ്ധിപ്പിക്കുവാൻ, അല്ലെ പ്രവചനാത്മാവിൽ നിറഞ്ഞവര് അതിൽ പിന്നെയും മുന്നോട്ട് പോകുവാൻ, ഹാലലിയ ഏത് ശത്രു ഏത് ഭാഗത്ത് നിന്ന് എഴുന്നേറ്റാലും അതിനെ തകർക്കുന്ന ദൈവത്തിന്റെ കരം യോസേഫിന് വേണ്ടി വെളിപ്പെട്ടതുപോലെ തന്റെ ജനത്തിന് വേണ്ടി പിന്നെയും വെളിപ്പെടണം. പ്രയോജനമുള്ളതൊന്നും സഭയിൽ നിന്ന് പുറത്തു പോകുവാൻ അവിടുന്ന് അനുവദിക്കല്ലേ. കർത്താവേ, അവിടുന്ന് ആക്കി വെച്ചതാര്? അവരിലൂടെ ദൈവത്തിന്റെ ശക്തമേറിയ പ്രവൃത്തി സഭയ്ക്കുള്ളിൽ വെളിപ്പെടണം. ശത്രുവിന്റെ ഒരു ചിദ്രിപ്പിന്റെ ആത്മാവും ഹല്ലേലൂയ പ്രവർത്തിപ്പാൻ ഇടയാകാതെ വണ്ണം പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ അത്ഭുത കരം ഹല്ലേലൂയ സഭയില് ഹല്ലേലൂയ കർത്താവ് നീട്ടുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. അങ്ങയുടെ ദാസനെ ശക്തമായി അവിടുന്ന് ഉപയോഗിച്ചല്ലോ. പകലും രാത്രിയിലും അവിടുന്ന് ഉപയോഗിച്ചതിനാൽ നന്ദിയോടെ സ്തോത്രം. തന്റെ ശുശ്രൂഷകൾക്കായി സ്തുതിക്കുന്നു, സഭയ്ക്കായി സ്തോത്രം, കുടുംബത്തിനായി സ്തോത്രം. ഹല്ലേലൂയ പ്രാർത്ഥന ലീഡ് ചെയ്യുവാൻ കർത്താവിന്റെ ദാസൻ ജോബിൻ പാസ്റ്ററെ കർത്താവ് ഉപയോഗിച്ചതിനാൽ നന്ദിയോടെ സ്തോത്രം. തൃക്കരങ്ങളിൽ എല്ലാ വിഷയങ്ങളും ഏൽപ്പിക്കുന്നു നാഥ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. മഹത്വം അങ്ങേക്ക് തരുന്നു. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ സ്വർഗ്ഗപിതാവേ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ട് മറുപടി തന്നതിനാൽ ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം, 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 സ്തോത്രം. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പുത്രനാം യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിച്ച് വഴി നടന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും നാം ഏവരോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ഉപവസിക്കുന്ന എല്ലാ ദൈവമക്കളോടും ഇന്നു മുതൽ എന്നേക്കും കർത്താവിന്റെ രണ്ടാമത്തെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ.
യേശു ക്രിസ്തു മുഖാന്തരം ഇന്ന് രാത്രി നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വേഗം വരണമേ. ആമേൻ, ആമേൻ, ആമേൻ. നാളെ സൺഡേ സ്കൂളിൽ രാവിലെ ഉണ്ടായിരിക്കും, സഭായോഗം തിരുമേശയെല്ലാം ഉണ്ടായിരിക്കും. എല്ലാ ദൈവജനവും ഒരുക്കത്തോടെ കൃത്യസമയത്ത് എത്തിച്ചേരുക. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഇന്ന് പകലും രാത്രിയിലും നമ്മുടെ ശുശ്രൂഷയ്ക്കായി നാം ക്ഷണിച്ച് കടന്നു വന്ന അനുഗ്രഹിത ശുശ്രൂഷ ചെയ്ത കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബിബിൻ ജോർജിനോടുള്ള നന്ദി തരുണത്തിൽ അറിയിക്കുന്നു. സഭയുടെ പേരിലും എൻ്റെ പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. ഹല്ലേലൂയ. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ. പ്രൈസ് ഗോഡ്.